ഓക്കെ, ഹരേ കൃഷ്ണ. സോ നമ്മൾ കഴിഞ്ഞ സെഷനിൽ ആദിലീല ചാപ്റ്റർ 1 ഫസ്റ്റ് പാർട്ട് മാത്രം നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. സോ ഇന്ന് നമുക്ക് ബാക്കിയുള്ള 1-ാം അധ്യായത്തിന്റെ ബാക്കി നമുക്ക് ചർച്ച ചെയ്യാം. ശരിക്കും നമ്മൾ റീഡിങ്ങും അതേപോലെ ഈ ഒരു സമ്മറിയും സമാന്തരമായിട്ട് പാരലലായിട്ട് കൊണ്ടുപോകാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ എനിക്ക് തോന്നുന്നു നമ്മുടെ റീഡിങ് നല്ല ഫാസ്റ്റായിട്ട് പോകുന്നുണ്ട് അല്ലേ? ആർക്കെങ്കിലും എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ നമ്മുടെ റീഡിങ്ങിലുള്ള ഡിവോട്ടീസ്? മേ ബി അത് വെച്ച് തുടങ്ങാം. എങ്ങനെയുണ്ട്, എന്താണ് അനുഭവം, എന്തൊക്കെയാണ് ഇംപ്രൂവ്മെന്റ്സ്? ജസ്റ്റ് ഒരു 2-3 മിനിറ്റ്. ആരെങ്കിലും പേര് വിളിക്കണോ? ഓക്കെ. ഓരോ പാരഗ്രാഫ് റീഡ് ചെയ്തിട്ട് ഒരു ചെറിയ ഒരു സമ്മറി അതിന്റെ കിട്ടിയിരുന്നെങ്കിൽ നല്ലായിരുന്നു. ഇന്ന് നമ്മൾ ചെയ്തില്ലേ അതുപോലെ. കാര്യം വെച്ചാൽ കംപ്ലീറ്റ് ബ്ലാങ്ക് ആയി പോകും സമ്മറി വരുമ്പോഴേക്കും. സമ്മറി വരുമ്പോഴേക്കും ബ്ലാങ്ക് ആയി പോകുമോ? നല്ല ഗ്യാപ്പ് വരുന്നു. അതെ അതെ. പക്ഷെ ഇന്നത്തെ വളരെ വ്യത്യാസം ഉണ്ടായിരുന്നു. പ്രഭു ഇന്നലെ ഒരു ബ്രേക്ക് ഇട്ടല്ലോ, അതിനുശേഷം ആ സ്പീഡ് കുറഞ്ഞു. അപ്പൊ അത് ഗുണകരമായി. ഇന്ന് കുറച്ചും കൂടി അത് അതിന്റെ പാരഗ്രാഫ് റീഡ് ചെയ്തിട്ട് അതിന്റെ ചെറിയൊരു എക്സ്പ്ലനേഷൻ നമുക്ക് ശരിക്കും ഒരു വ്യത്യാസം മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു ഇത് തോന്നി. കാരണം ഇന്നത്തെ നമുക്ക് അത് കഴിഞ്ഞിട്ടും ആ കറക്ഷൻ വന്നു. അപ്പൊ നമ്മൾ റീഡ് ചെയ്തു, റെഫർ ചെയ്തു, അപ്പോഴേക്കും പ്രഭുവിന്റെ കറക്ഷൻ വന്നു. അപ്പൊ ഒരു കുറച്ചും കൂടി അതിലേക്ക് ഒരു ഇൻവോൾവ്മെന്റ് ആയിട്ട് തോന്നുന്നുണ്ട്. അപ്പൊ ഇന്നത്തെ ആ മെത്തേഡ് നല്ലതായിട്ട് തോന്നുന്നു. അപ്പൊ എനിക്ക് തോന്നുന്നു ഓരോ ദിവസത്തെ കഴിഞ്ഞിട്ടും ഏകദേശം ഒരുമിച്ച് വരും. അതെ, ഒരു അഭിപ്രായമാണ്. ഓക്കെ പ്രഭു. മറ്റാരെങ്കിലും എന്തെങ്കിലും കമന്റ്സ്? ഹരികൃഷ്ണ പ്രഭു, അതുപോലെ നന്നായിരുന്നു. ശരിക്കും ഇപ്പൊ മാതാജി പ്രഭുവും പറഞ്ഞതുപോലെ തന്നെ കുറച്ചുകൂടെ നന്നായിട്ട് മനസ്സിൽ നിൽക്കുകയും ചെയ്യും, മനസ്സിലാക്കാനും പറ്റും. പിന്നെ ഇത് റീഡ് ചെയ്യാൻ ഉടനെ നല്ല ഇത് കഴിഞ്ഞ ഉടനെ തന്നെ അടുത്തത് നിർത്തി കഴിഞ്ഞാലും ആ ഒരു പിന്നെ ഭാഗവതം വായിക്കാനൊക്കെ ഉള്ള ഒരു അത് ഉടനെ തന്നെ അതും ഒരു ഉത്സാഹം കിട്ടുന്നുണ്ട് ഇത് വായിക്കുമ്പോൾ തന്നെ. ഇത് വായിച്ച് കഴിഞ്ഞ ഉടനെ അവിടെ നിന്ന് എഴുന്നേൽക്കാതെ തന്നെ ഭാഗവതം കൂടെ വായിച്ച് വരാറ് സാധാരണ. അപ്പൊ അതിനും നല്ലൊരു പ്രചോദനം തന്നെയാണ്. താങ്ക് യു മാതാജി. ആക്ച്വലി ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ശരിക്ക് ഈ ചൈതന്യ ചരിതാമൃത പർപ്പട്സ് ആക്ച്വലി നിങ്ങൾ ഗുരുമഹാരാജ് വായിക്കുന്നത് കേൾക്കണം. നമ്മുടെ ലെക്ചേഴ്സ് ഉണ്ട്, ചില CC ലെക്ചേഴ്സ് ഉണ്ട്. അതിൽ ഇതേ പ്രഭുപാദിന്റെ പർപ്പട്സ് ഗുരുമഹാരാജ് വായിക്കുമ്പോൾ അതിൽ കൊടുക്കുന്ന ഒരു എന്താ പറയുക, ഒരു ഇമോഷണൽ ഫീലും അതുപോലെ തന്നെ ഇടയ്ക്ക് ചിലപ്പോൾ ഹരിബോൾ എന്നൊക്കെ സ്വാഭാവികമായിട്ട് പറയും. എന്ന് വെച്ചാൽ ഒരു വണ്ടർഫുൾ പോയിന്റ് വരുമ്പോൾ, ഒരു പുതിയൊരു റിയലൈസേഷൻ വരുമ്പോൾ. അപ്പം അങ്ങനെയാകുമ്പോൾ നമ്മുടെ റീഡിങ് കുറച്ചുകൂടെ ആക്റ്റീവ് ആവും. അല്ലെങ്കിൽ നമ്മൾ വെറുതെ വായിക്കുന്നു, വായിച്ചു തീർക്കുന്നു, ഒരു ന്യൂസ് റീഡറെ പോലെ ആവരുത് ഒരിക്കലും, അല്ലേ? സോ അത് നമുക്ക് കുറച്ചുകൂടെ നമ്മുടെ റീഡിങ്ങും ഇമ്പ്രൂവ് ചെയ്യാം, എല്ലാവരും നോക്കാം. എനിവേ, പക്ഷെ റീഡിങ് വളരെ മുന്നോട്ട് പോയി നമ്മുടെ ഈ സമ്മറീസ് പുറകിലാണെന്നുള്ളതൊരു വസ്തുതയാണ്. നമുക്കത് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. കാര്യം ആക്ച്വലി സമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നിപ്പോൾ കുറച്ചേ ഉള്ളൂ എന്നാണ് വിചാരിച്ചത്. പക്ഷെ ഇരുന്നപ്പോൾ അങ്ങനെ അത്രയും ഉണ്ട് ഇതിനകത്ത്. സോ നോക്കാം. സോ നമുക്കിനി മുന്നോട്ട് പോവാം. ഇന്നത്തേക്ക് ഉള്ളത് നേരത്തെ പറഞ്ഞ പോലെ 58 മുതൽ 110 വരെ സെക്കൻഡ് പാർട്ട് ഓഫ് ആദിലീല ചാപ്റ്റർ 1. ഇന്നുള്ളത് നമുക്ക് ഈ മൊത്തം 1-ാമത്തെ അധ്യായം എന്ന് മാത്രമല്ല, ഈ കംപ്ലീറ്റ് ആദിലീല എന്ന് പറയുന്നത് പ്രഭുപാദ് അത് പറഞ്ഞിട്ടുണ്ട്. അറ്റ്ലീസ്റ്റ് ഫസ്റ്റ് 12 ചാപ്റ്റേഴ്സ് ഓഫ് ആദിലീല, ചൈതന്യ ചരിതാമൃതത്തിന്റെ ആദ്യത്തെ ശ്ലോകം വന്ദേ ഗുരുൻ ഈശഭക്താൻ ഈശം ഈശാവതാരകാൻ തത് പ്രകാശാംശ്ച തത് ശക്തി കൃഷ്ണ ചൈതന്യ സംജ്ഞകം എന്ന് പറയുന്ന ചൈതന്യ ചരിതാമൃതത്തിന്റെ വെരി ഫസ്റ്റ് ശ്ലോക അതിന്റെ വിസ്തരണമാണ്, അതിന്റെ അർത്ഥം കൊടുക്കലും അതിന്റെ ഒരു വിശദീകരണവുമാണ് ആദ്യത്തെ 12 അധ്യായങ്ങൾ. അതില് ആ ശ്ലോകത്തിൽ 6 തത്വങ്ങളുണ്ട്. നമ്മൾ കഴിഞ്ഞ സെഷന് നോക്കിയതാണ്. അപ്പൊ അതിന്റെ ചെറിയൊരു റീക്യാപ്പ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ശ്ലോകങ്ങൾ നമ്മൾ ഇന്ന് 58 മുതലാണ്. സോ ആ ശ്ലോകത്തിൽ തന്നെ ഈശഭക്ത എന്നുള്ളൊരു
പോയിന്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. പിന്നെ ഈശ അവതാരം, ഭഗവാന്റെ അവതാരങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. പ്രകാശാസ്, അതായത് എക്സ്പാൻഷൻസിനെ കുറിച്ച് പറയുന്നുണ്ട്. ശക്തീസ്, ഭഗവാന്റെ വേരിയസ് എനർജീസിനെ കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ ലാസ്റ്റ് ഗൗരനിത്യാനന്ദ, ഇവര് ഈ 2 വ്യക്തിത്വങ്ങളെ കുറിച്ച് പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. പിന്നെ ഈ അധ്യായത്തിന്റെ അവസാനത്തെ 7 ശ്ലോകങ്ങള് ഈ അധ്യായത്തിന്റെ ഒരു കൺക്ലൂഷൻ, ഇതിന്റെ ഒരു രത്ന ചുരുക്കം, അതിന്റെ ഒരു നിഗമനം എന്നുള്ള നിലയിലും പിന്നെ അതിന്റെ റിസൾട്ട്, നമ്മളിത് ഈ ചൈതന്യ ചരിതാമൃതം പഠിക്കുന്നതിന്റെ ഒരു ഫലശ്രുതി എന്ന് വേണമെങ്കിൽ പറയാം, അത് ആണ് കൊടുത്തിട്ടുള്ളത്. സോ എനിക്ക് ഡയക്രിറ്റിക്സ് ഒന്നും ഇടാൻ സമയം കിട്ടിയില്ല, ബട്ട് എനിവേ. സോ ഇടയ്ക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിലോ എന്തെങ്കിലും ഒരു പോയിന്റ് ഉണ്ടെങ്കിൽ ദയവായിട്ട് യു ക്യാൻ റേസ് ഹാൻഡ്സ്, യു ക്യാൻ ടോക്ക്, കുഴപ്പമൊന്നുമില്ല. ഇന്ററപ്റ്റ് ചെയ്യാണെന്ന് ഒരിക്കലും എടുക്കില്ല. സോ റീക്യാപ്പ് 6 തത്വാസ്. നമ്മളിത് ആദ്യത്തെ സെഷൻ നോക്കിയതാണ്. വന്ദേ ഗുരുൻ, ഗുരുതത്വ. ഈശ ഭക്താൻ, ഭക്തന്മാരുടെ തത്വം, ഭക്തൻ എന്നുള്ള തത്വം. ഈശ എന്ന് വെച്ചാൽ സ്വയം ഭഗവാൻ കൃഷ്ണൻ. ഈശ അവതാരക്കാൻ, ഭഗവാന്റെ അവതാരങ്ങൾ. തത് പ്രകാശാംശ, ഭഗവാന്റെ പ്രകാശം എന്ന് പറയുന്ന എക്സ്പാൻഷൻസിനെ കുറിച്ച് പറയുന്നു. പിന്നെ തത് ശക്തിഹി, ഭഗവാന്റെ ശക്തികൾ. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഗുരു 2 ടൈപ്പ് ഉണ്ട്, ഭക്തന്മാർ 2 ടൈപ്പ്, പെർഫെക്റ്റ് ആയവരും സാധകന്മാരും. ഭഗവാൻ ഒരു ടൈപ്പേ ഉള്ളൂ, പരമദിവ്യോത്തമ പുരുഷൻ. പിന്നെ അവതാരാസ് പല ടൈപ്പ് ഉണ്ട്, അംശ, ഗുണ, ശക്തി, അവേശ, പ്രകാശ, വിലാസ. ഇതിനെക്കുറിച്ച് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യും. പിന്നെ ശക്തികളെ കുറിച്ചിട്ടുള്ള ഗ്രൂപ്പിംഗ്സ്. സോ ആക്ച്വലി ഫസ്റ്റ് ഗുരു എന്നുള്ള തത്വം ഉണ്ടല്ലേ. അപ്പൊ ഗുരുവിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇത്രയും നേരം കഴിഞ്ഞ സെഷനിലൊക്കെ ചർച്ച ചെയ്തത്. ദീക്ഷാ ഗുരുവിനെ കുറിച്ച്, ശിക്ഷാ ഗുരുവിനെ കുറിച്ചൊക്കെ നമ്മൾ ചർച്ച ചെയ്തു. 44 മുതൽ 46 വരെ ദീക്ഷാഗുരുവിന്റെ മഹിമകളെ കുറിച്ചും എങ്ങനെ അദ്ദേഹം മദനമോഹന ഭഗവാന്റെ റൈറ്റ് സംബന്ധ അതിദേവനായിട്ടുള്ള മദനമോഹനന്റെ പ്രതിനിധിയായിട്ട് ദീക്ഷാഗുരു ഇരിക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് പറഞ്ഞു. പിന്നെ അതിനുശേഷം 47 മുതൽ 58 വരെയുള്ള ശ്ലോകങ്ങളിൽ ശിക്ഷാഗുരു ഗോവിന്ദ ഭഗവാൻ, അതായത് അഭിധേയ, നമ്മളെ ഭക്തിയുത സേവനം പ്രായോഗികമായിട്ട് പ്രാക്ടിക്കലായിട്ട് ചെയ്യിപ്പിക്കുന്ന, അതിനുള്ള അവസരവും അതിനുള്ള ശിക്ഷണവും. 2 കാര്യം വേണമല്ലോ. നമുക്ക് സേവ ചെയ്യാനുള്ള അവസരം വേണം, പിന്നെ എങ്ങനെ സേവ ചെയ്യണം എന്നുള്ള ട്രെയിനിങ്ങും ആവശ്യമുണ്ട്. അപ്പോൾ ഫെസിലിറ്റി ആൻഡ് ട്രെയിനിങ് രണ്ടും തരുന്നത് ഗോവിന്ദ ഭഗവാനാണ്. ശിക്ഷാഗുരു അദ്ദേഹത്തിന്റെ പ്രതിനിധിയാണ്. ഈ കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി നോക്കി. ഈ ശ്ലോകത്തിൽ പറയുന്നത് പരമാത്മാവിനെ നമുക്ക്, ശിക്ഷാഗുരു പരമാത്മാവും ശിക്ഷാഗുരുവാണ് അല്ലേ. കാരണം പരമാത്മാവാണ് നമുക്ക് വഴി കാണിച്ചു തരുന്നത്. പരമാത്മാവിനെ നമുക്ക് വിഷ്വലി നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ സാധിക്കുന്നില്ല, ഭൗതിക നേത്രങ്ങൾ കൊണ്ട്. അതുകൊണ്ട് ഒരു മുക്തനായ ഭക്തന്റെ രൂപത്തില് പരമാത്മാവിന്റെ തന്നെ വിസ്തരണമായിട്ടാണ് നമ്മൾ ഗുരുവിനെ കാണേണ്ടത്. സോ ഇവിടെ പറയുന്നു, ആത്മാർത്ഥനായ ശിഷ്യന് പുറമേ നിന്ന് ശിക്ഷാഗുരുവിന്റെ രൂപത്തിലും അകമേ നിന്ന് ഹൃദയത്തിൽ നിന്ന് ചൈത്യഗുരുവിന്റെ രൂപത്തിലും 2 രീതിയിലും ഉപദേശങ്ങൾ, മാർഗനിർദ്ദേശം ലഭിക്കുന്നുണ്ട്. സോ ആത്മാർത്ഥരായിരുന്നാൽ മതി. ചില അവിടെ ഇവിടെയൊക്കെ പ്രശ്നങ്ങളും വഴിതെറ്റലുകളൊക്കെ സ്വാഭാവികമായിട്ട് നമ്മൾ സാധനാ ഭക്തന്മാരാണ്, നമുക്ക് സംഭവിക്കും. പക്ഷെ എന്നാലും ഓൺ ദ ലോങ് റൺ നമുക്ക് ശിക്ഷാഗുരുവിന്റെയും ചൈത്യഗുരുവിന്റെയും അനുഗ്രഹത്തോടെ എങ്ങനെയെങ്കിലുമൊക്കെ തിരിച്ചു വഴിയിൽ റീറൂട്ട് ചെയ്ത് ഭക്തിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കും. കുറച്ചുകൂടെ കവർ ചെയ്തിട്ട് പിന്നെ നിർത്താം. അപ്പൊ അടുത്ത ടോപ്പിക്ക് ഭക്തന്മാരെ കുറിച്ചിട്ടാണ്. ആ 6 തത്വങ്ങളിൽ 2ാമത്തെ തത്വം വന്ദേ ഗുരുൻ ഈശ ഭക്താൻ. സോ ഭക്തന്മാരെ കുറിച്ച് പറയുന്നത് 59 മുതൽ 64 ശ്ലോകം വരെ. 59 പറയുന്നത്, 59 60 ഭക്ത സംഘത്തിന്റെ മഹിമകളെ കുറിച്ചാണ് പറയുന്നത്, മാഹാത്മ്യത്തെ കുറിച്ച്. 59ാമത്തെ ശ്ലോകത്തില് ഒരു മാഹാത്മ്യം ഭക്തസംഘത്തിനെ കുറിച്ച്, ഡിവോട്ടി അസോസിയേഷനെ കുറിച്ച് പറയുന്നത് മെറ്റീരിയൽ അറ്റാച്ച്മെന്റ്സ്. അതൊരു സംസ്കൃത ശ്ലോകമാണ് 59. അതിൽ പറയുന്നത് മനോവ്യാസംഗം എന്ന് പറയുന്നു. സോ അതിനെ ഇല്ലാതാക്കാൻ ഭക്തന്മാരുടെ അസോസിയേഷന് സാധിക്കും. ഇത് ഉദ്ധവഗീതയിൽ പറയുന്ന ഒരു ശ്ലോകമായിട്ടാണ് പ്രഭുപാദ് പർപ്പോട്ടിൽ പറയുന്നത്.
പിന്നെ 60-ാമത്തെ ശ്ലോകം വളരെ ഫേമസ് ശ്ലോകമാണ്, ഇവിടെ ഇട്ടിട്ടുണ്ട്. ഇത് കപിലദേവൻ ദേവഹൂതി മാതാവിനോട് പറയുന്നതാണ്. വളരെ ഫേമസ് ശ്ലോകമാണ്. 3:25-25. ആക്ച്വലി പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് സനന്ദകുമാർ പ്രഭുവിന് വളരെ ഇഷ്ടമുള്ള ഒരു ശ്ലോകമായിരുന്നു ഇത്. അദ്ദേഹം പലപ്പോഴും കോട്ട് ചെയ്യാറുള്ള ഒരു ശ്ലോകമാണ്. സതാം പ്രസംഗാൻ മമ വീര്യ സംവിദോ ഭവന്തി ഹൃത് കർണരസായന കഥാഹ തജ്ജോഷണാത് ആശ്വപവർഗവർദ്ധമനി ശ്രദ്ധാരതിർഭക്തിർ അനുക്രമിഷ്യതി. സോ വൈഷ്ണവന്മാരുടെ സംഘം കൊണ്ട് എങ്ങനെയാണ് ക്രമേണ ഒരു വ്യക്തി ഭക്തിയിൽ മുന്നോട്ട് പോകുന്നത് എന്നുള്ളതിന് ശ്ലോകമാണ്. നമ്പർ ഇവിടെ എഴുതിയിട്ടില്ല, ആർക്കെങ്കിലും വേണമെങ്കിൽ നോട്ട് ചെയ്യാം. ഇറ്റ് ഇസ് 3:25-25. ഭാഗവതം 3-ാം സ്കന്ധം 25-ാം അധ്യായത്തിലെ 25-ാമത്തെ ശ്ലോകമാണ്. സോ ഹൃത് കർണ രസായന, പ്ലീസിംഗ് ആൻഡ് സാറ്റിസ്ഫൈങ് ടു ദി ഇയർ ആൻഡ് ദി ഹാർട്ട്. സോ ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡിവോട്ടി അസോസിയേഷൻ എന്ന് പറയുന്നു, നമ്മൾ ഡിവോട്ടീസിന്റെ അസോസിയേഷൻ എടുക്കുന്നു, പിന്നെ നമ്മളും ചിലപ്പോൾ മറ്റുള്ളവർക്ക് അസോസിയേഷൻ കൊടുക്കാറുണ്ട്. അപ്പം നമ്മൾ എടുക്കുന്ന അസോസിയേഷനെ പറ്റി നമ്മൾ കമൻറ്റ് ചെയ്യേണ്ട, നമുക്കത് സ്വയം ചിന്തിക്കാം. പക്ഷെ നമ്മൾ കൊടുക്കുന്ന അസോസിയേഷനെ കുറിച്ച് തീർച്ചയായിട്ടും നമ്മൾ ചിന്തിക്കണം. നമ്മുടെ അസോസിയേഷൻ കാരണം മറ്റുള്ളവർക്ക് ഇതൊക്കെയാണോ സംഭവിക്കുന്നത് അതോ മറ്റെന്തൊക്കെയാണോ സംഭവിക്കുന്നത് എന്നുള്ളത് നമുക്ക് സ്വയം വിലയിരുത്താം. റൈറ്റ്? ഡിവോട്ടി അസോസിയേഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പലതും ചെയ്യും. അവിടെ ഇരുന്ന് കൃഷ്ണാവബോധത്തിൽ അല്ലാത്ത പല കാര്യങ്ങളും ചെയ്തിട്ട് ഡിവോട്ടി അസോസിയേഷൻ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. സോ അത് നമ്മൾ ഈ റിസൾട്ട്സ് വെച്ച് നമുക്ക് നോക്കാം, അത് തന്നെയാണോ സംഭവിക്കുന്നത് എന്നുള്ളത്. ആൻഡ് ഈ 9 സ്റ്റെപ്സ് ഇവിടെ പറയുന്നുണ്ട്. എല്ലാ സ്റ്റെപ്സും ഇവിടെ പറയുന്നില്ല. ശ്രദ്ധാരതിർ ഭക്തിർ അനുക്രമിഷ്യതി എന്നാണ് പറയുന്നത്. പക്ഷേ ആ മൊത്തം 9 സ്റ്റെപ്പുകളുണ്ട്. ആർക്കെങ്കിലും അറിയാമോ അത്? 9 സ്റ്റെപ്സ്. ഭഗവത്ഗീതയിൽ 4-ാം അധ്യായത്തിൽ 10-ാം ശ്ലോകം അതിന്റെ പർപ്പട്ടിൽ പറയുന്നുണ്ട്. സാധുസംഗം, ഭജനക്രിയ, അനർത്ഥ നിവൃത്തി, നിഷ്ഠ, രുചി, ആസക്തി, വിട്ടുപോകും, ഭാവപ്രേമം. ഓക്കെ, സോ നമ്മളിത് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ഇത് 4.10 പ്രഭുപാദ് പർപ്പട്ടില് ഭക്തി രസാമൃത സിന്ധുവിൽ നിന്ന് കോട്ട് ചെയ്യുന്നുണ്ട്. സോ ഇതൊക്കെയാണ് ഡിവോട്ടി അസോസിയേഷന്റെ ഫലം, അതിന്റെ റിസൾട്ട് വരുന്നത്. ഇനി ഇതേ ടോപ്പിക്ക് ഭക്ത തത്വത്തിനെ കുറിച്ച് പറയുന്നു. റൈറ്റ് സൈഡിൽ ആരാണ് നിൽക്കുന്നതെന്ന് മനസ്സിലായോ? ഫോട്ടോയില് യെസ്, പ്രഭുപാദ് അവിടെ ഏതൊരു വലിയ ബിൽഡിങ്ങിനടുത്ത് നിൽക്കുകയാണ്, ന്യൂയോർക്കിൽ. സോ ഭക്ത തത്വത്തിനെ കുറിച്ച് പറയുന്നു. 61-ാമത്തെ ശ്ലോകത്തില് ഭഗവാനുമായിട്ട് കോൺസ്റ്റന്റ് ആയിട്ട് എൻഗേജ് ചെയ്തിരിക്കുന്ന ഡിവോട്ടി. നേരത്തെ പറഞ്ഞ 9 സ്റ്റെപ്പില് ശ്രദ്ധ, സാധുസംഗ, ഭജനക്രിയ, അനർത്ഥ നിവൃത്തി, നിഷ്ഠ. ഒരു പ്രാവശ്യം ഹിസോണസ് ഭാനുസ്വാമി മഹാരാജിന്റെ സെമിനാറിൽ പറയുണ്ടായി, നിഷ്ഠ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 50-50 സ്റ്റേറ്റ് ആണ്. 50% ഭക്തനായി കഴിഞ്ഞു, 50% ഇനിയും ബാക്കിയുണ്ട്. അപ്പൊ അങ്ങനെ ഒരു സ്റ്റേജാണ് നിഷ്ഠ. സോ നിഷ്ഠിത ഭക്തന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അദ്ദേഹം കോൺസ്റ്റന്റ്ലി എൻഗേജ്ഡ് ആയിരിക്കും. എന്ന് വെച്ചാൽ അനവരതം, ഇടവിടകളില്ലാതെ, ഗ്യാപ്പുകളില്ലാതെ ഭക്തിയിൽ എൻഗേജ്ഡ് ആയിരിക്കും. അപ്പോ ചിലപ്പോഴൊക്കെ സാഹചര്യം മൂലം ചില ദിവസം നമുക്ക് സ്ലോ ആയി പോവാം, ചിലപ്പോൾ വലിയൊരു ഗ്യാപ്പ് തന്നെ നമ്മുടെ ഭക്തിയിൽ, ചിലപ്പോൾ ഒരു ലോ പീരീഡ് വരാം സാഹചര്യങ്ങൾ കൊണ്ട്. പക്ഷെ എന്നാലും അടുത്ത അവസരം കിട്ടുമ്പോൾ വീണ്ടും ആ വ്യക്തി കംപ്ലീറ്റ്ലി എൻഗേജ്ഡ് ആവുന്നുണ്ടോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ നിഷ്ഠയെ നമുക്ക് വിലയിരുത്താൻ സാധിക്കും. അപ്പൊ അങ്ങനെയുള്ള ഒരു ഭക്തനെ കുറിച്ച് തന്നെ പറയുന്നുണ്ട്. ഈവൻ നിഷ്ഠ നിലവാരത്തിൽ വന്ന ഭക്തനെ കുറിച്ച് തന്നെ പറയുന്നുണ്ട്. അദ്ദേഹം ഭഗവാനല്ല ഒബ്വിയസ്ലി,
നോട്ട് സെയിം ആസ് ദ ലോഡ് നോർ ഐസൊലേറ്റഡ് ഫ്രം ഹിം. പ്രഭുപാദ് ഈ ഒരു വാക്ക് പല ഭാഗത്തും ഉപയോഗിക്കുന്നുണ്ട്, നോൺ ഡിഫറെന്റ്. ശരിക്ക് ഒരു അചിന്ത്യ ഭേദാഭേദയ്ക്ക് ആ തത്വത്തിന് വളരെ അനുയോജ്യമായിട്ടുള്ള ഒരു വാക്ക് പ്രഭുപാദ് കണ്ടുപിടിച്ചിരിക്കുന്ന ഒരു വാക്കാണിത്, നോൺ ഡിഫറെന്റ്. റൈറ്റ്? അത് ഏറ്റവും നല്ല ഭംഗിയായിട്ട് അതിനെ അഭിന്നരാണെന്ന് പറഞ്ഞ് മലയാളത്തിൽ വേണമെങ്കിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാം. പക്ഷെ എന്നാലും നോൺ ഡിഫറെന്റിനൊരു അതിൻ്റെതായ ഒരു ഗാംഭീര്യവും അതിൻ്റെതായ ഒരു മാധുര്യവും ഉണ്ട് ആ വാക്കിൽ. റൈറ്റ്? സോ നോൺ ഡിഫറെന്റ് ആണ് അങ്ങനെയുള്ളൊരു ഭക്തൻ. ഭഗവാൻ ആ ഭക്തനെ തനിക്ക് തുല്യമായിട്ട് കരുതുന്നു. ഇതിന് കൺഫർമേഷൻ ആയിട്ട് അടുത്ത ശ്ലോകത്തില് അംബരീഷ് മഹാരാജാവിന്റെയും ദുർവാസ മുനിയുടെയും ആ ഒരു ലീലയുണ്ടല്ലോ. ഭഗവാൻ സുദർശന ചക്രം ഭഗവാന്റെ കയ്യിൽ നിന്ന് സുദർശന ചക്രം ഇറങ്ങിപ്പോകുന്നു, എന്നിട്ട് ദുർവാസാവിനെ ചേസ് ചെയ്യുന്നു. ആ സമയത്തിൽ ഭഗവാൻ പറയുന്ന ഈ ശ്ലോകം, സാധവോ ഹൃദയം മഹ്യം സാധൂനാം ഹൃദയം ത്വഹം വദന്യത്തേന ജാനന്തി നാഹം തേഭ്യോ മനാഗപി എന്നുള്ള ഈ ശ്ലോകം, അത് ഭഗവാൻ ആ ശ്ലോകം ഇവിടെ കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി കോട്ട് ചെയ്യുന്നു. ദ ലോർഡ് ആൻഡ് ദി സാധു ആൻഡ് ആർ ഇൻ ഈച്ച് അതേഴ്സ് ഹാർട്ട്സ്. പരസ്പരം അവരവരുടെ ഹൃദയത്തില് ഭഗവാനും സാധുവും ഉണ്ട്. പിന്നെ ഈ സാധു ആരാണ് എന്നുള്ളതിന് നമുക്കൊരു കുറച്ചുകൂടി ഒരു ക്ലാരിറ്റി വേണമെങ്കിൽ ഈ ശ്ലോകത്തില്, ഇത് ഫേമസ് ശ്ലോകമാണ്, ആർക്കറിയാമോ? അത് 1511 ഫേമസ് ഒരു ശ്ലോകമാണ്, സാധുവിനെ കുറിച്ച് പറയുന്ന ശ്ലോകം. അതില് ഈ ഡെഫിനിഷൻ കൊടുക്കുന്നുണ്ട്. സാധു എന്ന് വെച്ചാൽ പ്യൂരിഫൈഡ് മെൻ ഹു ആർ തറലി ഓണസ്റ്റ്. ശുദ്ധീകരിക്കപ്പെട്ട മനുഷ്യന്മാര്, വ്യക്തികൾ. അതിന്റെ ഒരു ലക്ഷണം എന്തായിരിക്കും? തറലി ഓണസ്റ്റ് ആയിരിക്കും. റൈറ്റ്? അഭിഷേച് ദുരാചാരോ അതല്ല ഇവിടെ, ഇത് ഭാഗവതം ശ്ലോകമാണ്. തദ്വാക് വിസർഗോ ജനതാഘ വിപ്ലവോ എന്നുള്ള ശ്ലോകം ഇല്ലേ? അതിന്റെ വിസർഗോ ജനതാഘ വിപ്ലവോ. ഇല്ല, ഓക്കെ, മനസ്സിലായെന്ന് പറഞ്ഞതാ. മനസ്സിലായില്ല എന്നോ? മനസ്സിലായി എന്ന് പറഞ്ഞതാന്ന്. Okay, okay. വിസർഗോ ജനതാഘ. അതെ അതെ, ആ ശ്ലോകത്തില് പ്രഭുപാദ് പറയുന്നുണ്ട്. ലാസ്റ്റ് ലൈൻ എന്താണ്? ശൃണ്വന്തി ഗായന്തി ഗൃണന്തി സാധവഹ. സോ അതില് പ്രഭുപാദ് സാധു എന്നുള്ള വാക്കിന് വേർഡ് ബൈ വേർഡില് പ്രഭുപാദ് ഇങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു. പിന്നെ ട്രാൻസ്ലേഷനിലും വരുന്നുണ്ട്, പ്യൂരിഫൈഡ് മെൻ ഹു ആർ തറലി ഓണസ്റ്റ്. സോ ഈ ഓണസ്റ്റിക്ക് എന്താ മലയാളത്തിൽ മറന്നുപോയി? സത്യസന്ധത. 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 ഓക്കെ ഓക്കെ, സത്യത്തോട് ഇത് കിടക്കുന്ന വ്യക്തികൾ. ഓക്കെ, സത്യസന്ധത. സോ പ്യൂരിഫൈഡ് മെൻ ഹു ആർ തറലി ഓണസ്റ്റ്. അപ്പൊ അങ്ങനെയുള്ളൊരു വ്യക്തികളായിരിക്കണം, അങ്ങനെയുള്ളവരാണ് സാധു. റൈറ്റ്? സോ കാപട്യം അവരിലില്ല, അകത്തൊന്ന് പുറത്തു മറ്റൊന്ന്, അങ്ങനെയൊന്ന് സാധുക്കൾക്കില്ല. സോ അങ്ങനെയുള്ള സാധുക്കളെ കുറിച്ച് വീണ്ടും അടുത്ത ശ്ലോകത്തിൽ അഗെയിൻ കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി കോട്ട് ചെയ്യുന്നു ഈ ശ്ലോകം. ഭവദ്വിധാ ഭാഗവതാസ് തീർത്ഥഭൂതാ സ്വയം വിഭോ തീർത്ഥീകുർവന്തി തീർത്ഥാനി എന്നുള്ള ശ്ലോകം. അത് ഈ ശ്ലോകം ആരാണ് പറയുന്നത്? യുധിഷ്ഠിര മഹാരാജാവ് വിതുരരോട് പറയുന്നു അല്ലെ? വിതുരര് മഹാഭാരത യുദ്ധകാലത്ത് അദ്ദേഹം, അതിനു മുൻപ് തന്നെ അദ്ദേഹം ഹസ്തിനപുരം ഉപേക്ഷിച്ചു പോയി. യുദ്ധത്തിന്റെ സമയത്ത് അദ്ദേഹം തീർത്ഥാടനത്തിലായിരുന്നു. അപ്പോഴാണ് വിതുര മൈത്രേയ സംവാദമൊക്കെ ശ്രീമദ് ഭാഗവത്തിൽ നടക്കുന്നത്, സംഭവിക്കുന്നത്. ഇതെല്ലാം കഴിഞ്ഞ് ഒരു സ്പിരിച്വൽ റിട്രീറ്റ് ഒക്കെ കഴിഞ്ഞിട്ട് വിതുരര് തിരിച്ചു വരുമ്പോൾ മഹാഭാരത യുദ്ധമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ആ സമയത്ത് അദ്ദേഹം തിരിച്ച് കൊട്ടാരത്തിലേക്ക് വരുന്നു. തൻ്റെ സഹോദരനായ ധൃതരാഷ്ട്രനെ അദ്ദേഹത്തിനൊരു ആത്മീയ പ്രചോദനം കൊടുത്ത് അദ്ദേഹത്തെ ഭൗതിക ബന്ധനത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് വിതുരൻ വരുന്നത്. സോ ആ സമയം കൊട്ടാരത്തിലേക്ക് തിരിച്ചു വന്ന വിതുരനെ ഇദ്ദേഹം യുധിഷ്ഠിര മഹാരാജാവ് സ്വീകരിച്ച് അദ്ദേഹത്തെ പുകഴ്ത്തി പറയുന്ന ഒരു ശ്ലോകമാണ് ഇത് പറയുന്നത്. അപ്പൊ അതിൽ പറയുന്നു, സാധുസ് ആർ ദെംസെൽസ് പ്ലേസസ് ഓഫ് പിൽഗ്രിമേജ്. അവർ തന്നെ, സാധുക്കൾ തന്നെ ഒരു തീർത്ഥസ്ഥാനങ്ങളാണ് അവർ. മാത്രമല്ല അവർക്ക് തീർത്ഥസ്ഥാനങ്ങളെ ശുദ്ധീകരിക്കാനുള്ള ഒരു ശക്തിയും അവരിലുണ്ട് എന്ന് പറയുന്നു.
അപ്പൊ അതിന് എക്സാമ്പിള് പെട്ടെന്ന് ഓർമ്മ വരുന്നത് പ്രഭുപാദ് ന്യൂയോർക്കിലുള്ള ഒരു എക്സാമ്പിൾ ആണ്. നമ്മൾ മായാപൂരൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ യോഗപീഠുണ്ട്, ചൈതന്യ മഹാപ്രഭു അവതരിച്ച സ്ഥലം അവിടെയുണ്ട്. അതിൽ നിന്ന് തൊട്ടടുത്ത് പോയി കഴിഞ്ഞാൽ അവിടെ ശ്രീവാസ അങ്കണുണ്ട്. ശ്രീവാസ അങ്കണത്തിലാണ് എന്ത് അവതരിച്ചത്? സങ്കീർത്തനം. ഹരിനാമ സങ്കീർത്തനം അവതരിച്ചത് ശ്രീവാസ അങ്കണത്തിലാണ്. ഇങ്ങനെ ഓരോരോ സ്ഥലങ്ങൾ അവിടെ ഉണ്ട്. നമ്മൾ ഇതേ പിക്ചർ മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മൾ അമേരിക്കയിലേക്ക് യാത്രയായി ആൻഡ് കലിയുഗത്തിന്റെ തലസ്ഥാനമായിട്ടുള്ള ന്യൂയോർക്ക് സിറ്റിയിൽ ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ പോയാൽ അറിയാം ഇതേപോലെ തന്നെ ഒരു 26 സെക്കൻഡ് അവന്യൂ ഉണ്ട്. അവിടെയാണ് ചൈതന്യ മഹാപ്രഭുവിന്റെ തന്നെ ഒരു രൂപമായ ഇസ്കോൺ അവതരിച്ചത്. ആ സ്ഥലം ഇപ്പോഴും ഉണ്ട്. ആൻഡ് അതിനടുത്ത് തൊട്ടടുത്തൊരു ഷെല്ലിന്റെ പെട്രോൾ ബങ്ക് ഒക്കെ ഉണ്ട്. അത് കഴിഞ്ഞൊരു വലിയ വൈറ്റില പോലുള്ള വലിയൊരു ജംഗ്ഷൻ ഉണ്ട്. അപ്പൊ ഇതൊക്കെയാണ് അവിടെ ഉള്ളത്. പിന്നെ അവിടുന്ന് കുറച്ചു ദൂരം നടന്നു കഴിഞ്ഞാൽ ടോംകിൻ സ്ക്വയർ പാർക്ക് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. ആ പാർക്കിലാണ്, അതാണ് എന്താ പറയാ, പ്രഭുപാദിന്റെ കാരുണ്യം കൊണ്ട് അതൊരു ശ്രീവാസ അങ്കണമായിട്ട് മാറി. അവിടെ പോയാൽ ആ ഹരേ കൃഷ്ണ ട്രീ ഉണ്ട്. അപ്പൊ ആ മരത്തിനടിയിലിരുന്നാണ് പ്രഭുപാദ് ഫസ്റ്റ് പബ്ലിക് കീർത്തൻ ഇൻ ദി വെസ്റ്റേൺ വേൾഡ്, റൈറ്റ്? പാശ്ചാത്യ ലോകത്തിലെ ആദ്യത്തെ പരിനാമ സങ്കീർത്തനം അവിടെയാണ് ചെയ്തത്. സോ അങ്ങനെ ന്യൂയോർക്കിൽ ഡിവോട്ടീസ് ട്രാവൽ ചെയ്യുന്ന സമയത്ത് അത്രയും വലിയൊരു നഗരമാണ്, അത്രയും ഒരു എന്താ പറയുക, ഒരു മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള സ്ഥലമാണ്. സത്യം പറഞ്ഞാൽ അമേരിക്കയിലുള്ള മറ്റ് നഗരങ്ങളുടെ അത്ര വൃത്തിയോ വെടിപ്പോ ഒന്നും ന്യൂയോർക്കിനില്ല. കേൾക്കുമ്പോൾ അത്ഭുതമാവും, പക്ഷെ സത്യമാണ്. ഒരുപാട് ഹിപ്പീസും പിന്നെ അവിടെ റോഡ് സൈഡിൽ തന്നെ ഈ പറയുന്ന പലതരം പഴങ്ങൾ, സ്ട്രോബെറിയും അതും ഇതും ഉള്ളിയും വെളുത്തുള്ളിയും ഒക്കെ ഇങ്ങനെ തൂക്കി കൊടുക്കുന്ന എന്താ പറയുക, സെയിൽസ് വുമൺ, നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന പോലെ തന്നെ ഈ ത്രാസൊക്കെ പിടിച്ചു തൂക്കുന്ന അങ്ങനെയൊക്കെ ആൾക്കാർ നിറഞ്ഞൊരു സ്ഥലമാണ്. പോലീസുകാർ വിസിലടിക്കുന്നതും വെറും ഒരു മെറ്റീരിയലിസ്റ്റിക് നഗരമാണ്. പക്ഷെ അത് പോയി കഴിഞ്ഞാൽ നമുക്കൊരു തീർത്ഥസ്ഥാനം പോലെ തോന്നും ശീല പ്രഭുപാദിന്റെ കാരുണ്യം കൊണ്ട്, റൈറ്റ്? സോ അതാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. പിന്നെ 64-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് 2 ടൈപ്പ് പരിശുദ്ധ ഭക്തന്മാരുണ്ട്. ഭക്തതത്വത്തിന്റെ 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് പരിഷത്ത് അല്ലെങ്കിൽ പാരിഷത്ത് എന്ന് എഴുതിയിട്ടുണ്ട്. പാരിഷത് ഗണ എന്ന് പറഞ്ഞ് ശ്ലോകത്തിൽ വരുന്നു. പേഴ്സണൽ അസോസിയേറ്റ്സ്, ഭഗവാന്റെ നിത്യ പാർഷദന്മാരുടെ, അതാണ് ആ ഒരു കാറ്റഗറി, പെർഫെക്റ്റ് ആയിട്ടുള്ള സേവകന്മാര്. പിന്നെ അതുകൂടാതെ സാധകന്മാരുണ്ട്, പ്രാക്ടീസ് ചെയ്യുന്ന സാധന ഭക്തി ചെയ്യുന്നവർ. 2 പേരും പരിശുദ്ധ ഭക്തന്മാരാകാൻ, ഓഫ്കോഴ്സ് പരിഷത്ത് എന്ന് വെച്ചാൽ തീർച്ചയായിട്ടും ഒരു പ്യൂർ ഡിവോട്ടീസ് ആണ്. സാധകന്മാരും പ്യൂർ ഡിവോട്ടീസ് ആകാൻ സാധിക്കും. എങ്ങനെയാണ് സാധകന്മാർക്ക് പ്യൂർ ഡിവോട്ടി ആകാൻ സാധിക്കുക? സാധകന്മാർ പരിശുദ്ധരല്ലല്ലോ. അപ്പൊ എങ്ങനെയാണ് സാധകന്മാർക്ക് പരിശുദ്ധ ഭക്തന്മാരാകാൻ സാധിക്കുക? ചോദ്യം. പരിശുദ്ധ ഭക്തന്മാരുമായിട്ടുള്ള അസോസിയേഷനിലൂടെ ഓക്കെ. പ്ലസ് ഭക്തിയുത സേവനം പ്രാക്ടീസ്. ഭക്തിയുത സേവനം. പക്ഷെ അവർ ആ സമയത്ത് പരിശുദ്ധരല്ലല്ലോ. അല്ല, അതിലേക്ക് അവര് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്നാലും ഒരു പ്യൂർ ഡിവോട്ടീസ് എന്ന് പറയാൻ പറ്റുമോ? അവരെ ഇല്ല. ബീയിങ് പ്യൂരിഫൈഡ് ഡിവോട്ടീസ് എന്നല്ലേ പറയേണ്ടത്? എന്തുകൊണ്ടാണ് പ്യൂർ ഡിവോട്ടി എന്ന് പ്രഭുപാദ് പറയുന്നത്? ജപം കൊണ്ട് ജപമുണ്ടാ? ശരിയാണ്, ഏകദേശ ആൻസർ ഉണ്ട് അവിടെ. അതായത് ഇതും ഹിസ് ഓണേഴ്സ് ഭാനുസ്വാമി മഹാരാജ് ഒരു ക്ലാസ്സിൽ പറഞ്ഞതാണ്. സോ മഹാരാജ് പറഞ്ഞത്, ആ സാധന ചെയ്യുന്ന ഭക്തൻ ഒരു പക്ഷേ പരിശുദ്ധനല്ലായിരിക്കാം, ഒരുപാട് മെറ്റീരിയൽ ഡിസയർസും പ്രോബ്ലംസും ഒക്കെ ഉള്ള വ്യക്തിയായിരിക്കാം. പക്ഷെ ആ വ്യക്തിയുടെ ലക്ഷ്യം പരിശുദ്ധമാണെങ്കിൽ, പ്യുവർ ഡിവോഷനാണ് ആ വ്യക്തിയുടെ ലക്ഷ്യമെങ്കിൽ, പിന്നെ നമ്പർ 2, ആ വ്യക്തിയുടെ മാർഗം, ആ വ്യക്തി സ്വീകരിക്കുന്ന മാർഗം പരിശുദ്ധ ഭക്തിയുടെ മാർഗമാണെങ്കിൽ, റൈറ്റ്, പ്രോസസ്സും ഗോളും പരിശുദ്ധമാണെങ്കിൽ, ആ പ്രാക്ടീഷണർ പരിശുദ്ധനല്ലെങ്കിലും ആ വ്യക്തിയെ നമ്മൾ ശുദ്ധഭക്തനായിട്ട് കരുതുന്നു. മനസ്സിലായോ? സോ നമ്മുടെ ലക്ഷ്യം പ്യുവർ ആയിരുന്നാൽ മതി,
പിന്നെ അതേപോലെ തന്നെ നമ്മൾ അവലംബിക്കുന്ന മാർഗവും പരിശുദ്ധ ഭക്തന്മാർ കാണിച്ചു തന്ന ആ മാർഗമായിരുന്നാൽ then that person is pure devotee. ഓക്കെ, ഓക്കെ ബ്രോ. കൃഷ്ണ. ഒന്ന് രണ്ടെണ്ണം കൂടെ നോക്കിയിട്ട് നിർത്താം. നമുക്ക് സ്റ്റോപ്പ്, പോസ് ചെയ്യാം. ഇടയ്ക്ക് എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടെങ്കിലും ദയവായിട്ട് പറയുക. ഐ തിങ്ക് വി ആർ മെനി ഡിവോട്ടീസ്. കുറെ പേരുണ്ടല്ലോ. അജിത മാതാജി, അർച്ചിത മാതാജി, ഹരേ കൃഷ്ണ. ഊർമിള സേവിനി മാതാജി ഉണ്ട്. ഹരേ കൃഷ്ണ. ദയവായിട്ട് എന്തെങ്കിലും ഇടയ്ക്ക്. ഹരേ കൃഷ്ണ. പ്രണാം പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഫ്രീ ആയിട്ട് എന്തെങ്കിലും ഷെയർ ചെയ്യാനുള്ളത് പ്ലീസ് ഷെയർ ചെയ്യുക. നമ്മൾ ഒരു വൺ വേ അല്ല ഇത്, എല്ലാവർക്കും സംസാരിക്കാം. ഹരേ കൃഷ്ണ. മുന്നോട്ട് പോവാമോ? മുന്നോട്ട് പോകാം ബ്രോ. ഓക്കെ, സോ ഓക്കെ. ഇനി അടുത്ത ശ്ലോകങ്ങൾ നമ്മൾ ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് വന്ദേ ഗുരുൻ കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞു. ഈശഭക്താൻ നമ്മളിപ്പോൾ ഇത്രയും നേരം നോക്കി, ഈശഭക്തന്മാരെ കുറിച്ചിട്ട്. ഇനി അടുത്തത് ഈശ അവതാരക്കാൻ, ഭഗവാന്റെ അവതാരങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത്. സോ കൂടുതലായിട്ട് പോകുന്നില്ല, ജസ്റ്റ് ഒരു സമ്മറിയിലേക്കാണ് പോകുന്നത്. ഭഗവാന്റെ അവതാരങ്ങൾ ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത് 3 തരം അവതാരങ്ങളെ കുറിച്ചിട്ടാണ്. അംശാവതാരം, ഗുണാവതാരം, ശക്തിയാവേശ അവതാരം. സോ അംശാവതാരം എന്ന് പറഞ്ഞാൽ അംശം അല്ലെ, ഒരു പാർഷ്യൽ അവതാരം. സോ അത് തന്നെ 2 ടൈപ്പ് ഉണ്ട്. പുരുഷാവതാരങ്ങളുണ്ട്. ആരൊക്കെയാണ് പുരുഷാവതാരങ്ങൾ? എനി എക്സാമ്പിൾസ്? കാരണോദകശായ വിഷ്ണു, ഗർഭോദകശായ വിഷ്ണു, ക്ഷീരോദകശായ വിഷ്ണു തത്വങ്ങൾ, ഈ അവരൊക്കെ പുരുഷാവതാരങ്ങളാണ്, പുരുഷന്റെ തന്നെ അവതാരങ്ങളാണ്. പിന്നെ അതുകൂടാതെ ലീലാവതാരങ്ങളുണ്ട്, ഭഗവാന്റെ ലീലകൾ ചെയ്യുന്ന അവതാരങ്ങൾ. മത്സ്യ, കൂർമ്മ, വരാഹ, ഇങ്ങനെ പല ഭഗവാന്റെ ലീലകൾക്ക് വേണ്ടി വരുന്ന അവതാരങ്ങളുണ്ട്. വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ പുരുഷാവതാരങ്ങൾക്ക് ചില ഫങ്ഷൻസ് ഉണ്ട്. അഫ്കോഴ്സ് അവർ ഭഗവാനാണ്, പരമപുരുഷൻ തന്നെയാണ്. പക്ഷെ എന്നാലും ഭഗവാൻ തന്നെ ചില എന്താ പറയുക, ഒരു ജോബ് ഡിസ്ക്രിപ്ഷനോടെ വന്നിരിക്കുന്നതാണ് പുരുഷാവതാരങ്ങൾ. റൈറ്റ്? ഭഗവാൻ തന്നെ സ്വയം ജോബ് ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നു, ഭഗവാൻ തന്നെ സ്വയം അപ്പോയിൻമെന്റും ചെയ്യുന്നു, തന്നെ ഭഗവാൻ അപ്പോയിൻമെന്റ് ചെയ്യുന്നു. സോ അങ്ങനെ ഉള്ളതാണ് പുരുഷാവതാരങ്ങൾ. ലീലാവതാരങ്ങൾക്ക് അങ്ങനെ ജോബ് ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ അങ്ങനെയൊന്നുമില്ല. ലീലാവതാരങ്ങൾക്ക് ജസ്റ്റ് ഒരു മിഷൻ ഉണ്ടാവും, ഒരു ലീലയ്ക്ക് ഒരു പർപ്പസ് ഉണ്ടാവും. പക്ഷെ ആ പർപ്പസിന് വേണ്ടി അവര് അവതരിക്കുന്നു. സോ മത്സ്യ, കൂർമ്മ, ഇങ്ങനെ പല അവതാരങ്ങളുണ്ട്. വേറൊരു കാര്യം അഗെയിൻ ഭാനുസ്വാമി മഹാരാജിന്റെ ക്ലാസ്സിൽ കേട്ടതാണ്. അപ്പൊ ഈ ലീലാവതാരങ്ങൾ, ഫോർ എക്സാമ്പിൾ മത്സ്യ അവതാരം, ആക്ച്വലി അത് പൂർണ്ണ പുരുഷോത്തമ ഭഗവാൻ കൃഷ്ണൻ തന്നെ ആണോ എന്ന് ചോദിച്ചാൽ ആണ്, അല്ലയോ എന്ന് ചോദിച്ചാൽ അല്ല. സോ ഈ അചിന്ത്യ ഭേദാഭേദ എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റ്, ആ ഒരു ഫ്രെയിംവർക്ക് പല സ്ഥലങ്ങളിൽ അപ്ലൈ ആവും. ജീവാത്മാവും ഭഗവാനും തമ്മിലുള്ള ബന്ധത്തിന്റെ കാര്യത്തിൽ അവിടെ അപ്ലൈ ആവും, പല സ്ഥലങ്ങളിൽ അപ്ലൈ ആവും. ഇതേപോലെ തന്നെ ഈ അവതാരങ്ങളുടെ കാര്യത്തിലും മത്സ്യാവതാരവും കൃഷ്ണനും തമ്മിലുള്ള എന്താണ് റിലേഷൻ ചോദിച്ചാൽ അവിടെയും അചിന്ത്യ ഭേദാഭേദ റിലേഷൻഷിപ്പ് അപ്ലൈ ആവും. അപ്പൊ ഒരു എക്സാമ്പിള് മഹാരാജ് പറഞ്ഞത്, അതും ഇറ്റ് ഇസ് ഫ്രം ശ്രീല രൂപ ഗോസ്വാമി. പൂർണ്ണചന്ദ്രനും ചന്ദ്രന്റെ ഭാഗിക രൂപങ്ങളും പോലെയാണ്. ഇപ്പോ അമാവാസ്യ ദിവസം ചന്ദ്രൻ ജസ്റ്റ് അതിന്റെ ഔട്ട്ലൈൻ മാത്രം കാണും, എന്തോ ഉണ്ടെന്ന് അറിയാൻ പറ്റും, പക്ഷെ കൂടുതലൊന്നും നമ്മൾ അറിയില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് പ്രഥമ, ദ്വിതീയ, ഇങ്ങനെ പയ്യെ അത് വികസിച്ച് വരും. അപ്പോൾ എന്ത് ആവശ്യമുണ്ടോ അത്രമാത്രം, ആ ലീലയ്ക്ക് എന്ത് ആവശ്യമുണ്ടോ അത്രമാത്രം ഭഗവാന്റെ ഐശ്വര്യങ്ങളും വൈഭവങ്ങളും പ്രകടിപ്പിക്കുക എന്നുള്ളതാണ് ലീലാവതാരങ്ങളുടെ രീതി. അപ്പൊ മത്സ്യാവതാരത്തിന് ഇത്രയും ശക്തി കാണിച്ചാൽ എന്ന് പറഞ്ഞാൽ അത്രയും മാത്രം അവർ കാണിക്കും. അല്ലാതെ ബദ്ധാത്മാക്കളെ പോലെ ഉള്ളത് ഇത്രയേ ഉള്ളൂ, പക്ഷെ അതിനെ 10 ഇരട്ടി എന്താണ് പറയുക, ഉള്ളതിനേക്കാളും കൂടുതൽ എന്താണ് ഒരു ഷോ ഇട്ട് കാണിക്കുന്നത്. അങ്ങനെയല്ല ഭഗവാൻ ചെയ്യുന്നത്. റൈറ്റ്? എന്താവശ്യമുണ്ടോ ആ ലീലയ്ക്ക് അത്രമാത്രം ഭഗവാൻ ആ രൂപത്തിൽ
അത് പ്രദർശിപ്പിക്കുന്നു. അതാണ് അംശാവതാരം. പിന്നെ ഗുണാവതാരം, ക്വാളിറ്റേറ്റീവ് ഇൻകാർണേഷൻ. ത്രിഗുണങ്ങളെ നിയന്ത്രിക്കാൻ വേണ്ടി, അതിനെ കൈകാര്യം ചെയ്യാൻ വേണ്ടി ഭഗവാൻ വരുന്നത് ബ്രഹ്മ വിഷ്ണു ശിവ, റൈറ്റ്? സൃഷ്ടിസ്ഥിതി ലയം, അങ്ങനെ 3 കാര്യങ്ങൾ സംഭവ്യമാക്കാൻ വേണ്ടിയിട്ട് വരുന്നു. പിന്നെ ശക്തി ആവേശ അവതാരം, ഭഗവാന്റെ ശക്തികൾ ഒരു വ്യക്തിയിൽ ഒരു പർപ്പസിന് വേണ്ടി ഇത് ചെയ്യുന്നത്. ഇറ്റ് ഇസ് ലൈക്ക് എന്താ പറയുക, ഒരു പവർ ഓഫ് അറ്റോർണി എന്ന് പ്രഭുപാദ് പറയുന്നു. ഒരു വ്യക്തിക്ക് ആ ശക്തി ഉണ്ടാവില്ല, പക്ഷെ ഒരു പ്രത്യേക ദൗത്യം നിർവഹിക്കാൻ വേണ്ടിയിട്ട് ആ വ്യക്തിക്ക് ആ ശക്തി, ഭഗവാന്റെ ശക്തിയാണ്, അത് ആ വ്യക്തിയിൽ നിക്ഷേപിക്കുന്നു. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ശക്തി തിരിച്ചെടുക്കുകയും ചെയ്യും. അങ്ങനെ ഏതെങ്കിലും ലീല ഓർമ്മയുണ്ടോ? ഭഗവാന്റെ ശക്തി തിരിച്ചെടുക്കുന്നു, അങ്ങനെ ഏതെങ്കിലും ലീല, ഫേമസ് ആയിട്ടുള്ള ഒരു ലീല? പരശുരാമാവതാരം. പരശുരാമൻ. അതെ, പരശുരാമൻ ശ്രീരാമചന്ദ്ര ഭഗവാനെ കാണുന്ന സമയത്ത് ആ ശക്തി ഭഗവാൻ തിരിച്ച് എടുക്കുന്നു, അല്ലേ? അതുപോലെ പിന്നെ 4 കുമാരന്മാര്, ഇത് ഓരോ ശക്തിയുണ്ട്. പൃഥു മഹാരാജിന്റെ ശക്തി പാലന ശക്തി എന്ന് പറയും. എന്ന് വെച്ചാൽ രാജ്യം ഭരിക്കാനും കാര്യങ്ങൾ, അഡ്മിനിസ്ട്രേറ്റീവ് പവർ, അതാണ് പൃഥു മഹാരാജിന്റെ ശക്തി, ഭഗവാൻ നൽകിയിരിക്കുന്ന ശക്തി. വ്യാസദേവൻ ഓഫ് കോഴ്സ് ലിറ്റററി ഇൻകാർണേഷൻ എന്ന് പറയും, ആ ശക്തി കൊടുത്തു. കുമാരന്മാർക്ക് എന്ത് ശക്തിയാണ് എനിക്ക് അറിയില്ല, ഓർമ്മ വരുന്നില്ല. whatever. സോ ഇങ്ങനെ ഓരോ ശക്തിയാവേശ അവതാരങ്ങളുണ്ട്. വേറെ ഏതെങ്കിലും ശക്തിയാവേശ അവതാരങ്ങൾ ഓർമ്മ വരുന്നുണ്ടോ? ഹരികൃഷ്ണ പ്രഭു, അപ്പൊ നാരദ മഹർഷിയൊക്കെ അങ്ങനെ ശക്തിയാവേശം. യെസ്, നാരദ മുനിയെ ശ്രീമദ് ഭാഗവതത്തിൽ എന്ത് ശക്തിയുടെ ആവേശമായിട്ടാണ് പറയുന്നത്? ഭക്തി. ഭക്തിശക്തി, റൈറ്റ്. ഭക്തിശക്തിയുടെ ആവേശമായിട്ട് നാരദ മുനിയെ കുറിച്ച് പറയുന്നു. ഞാൻ ആലോചിക്കുകയായിരുന്നു, ഭക്തിശക്തി, പിന്നെ എഴുതാനുള്ള ലിറ്റററി വോട്ടെവർ, സാഹിത്യം രചിക്കാനുള്ള ശക്തി, പാലനം ചെയ്യാനുള്ള ശക്തി. പ്രഭുപാദിന്റെ ലീല എടുത്ത് നോക്കിയാൽ ഈ എല്ലാ ശക്തിയും പ്രഭുപാദിനകത്ത് ഭഗവാൻ കൊടുത്തിട്ടുണ്ട്. ശരിയാണോ അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ ഒരു നിമിഷം. ജസ്റ്റ് പ്രഭുപാദിന്റെ പാസ്റ്റ് ടൈംസ് ആലോചിച്ച് നോക്കി. ഇവരുടെ ഒക്കെ അനുഗ്രഹം കിട്ടിയിട്ടാണ് പ്രഭുപാദ് വന്നിരിക്കുന്നത്. ഇറ്റ്സ് അമേസിങ് ശരിക്കും, അല്ലേ? ആൻഡ് ഇതേ ശക്തികൾ പ്രഭുപാദ് അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർക്കും കൊടുത്ത് ഇങ്ങനെ ഒരു അന്താരാഷ്ട്ര കൃഷ്ണാവബോധ സമിതി എന്ന് പറയുന്ന ശക്തിമത്തായ ഒരു സംഘടനയെ ഇന്നും എടുത്തു നടത്തുന്നു. സോ അമേസിങ്. ശില പ്രഭുപാദ് കി ജയ്. ഓക്കെ, പ്രഭു. ഹരേ കൃഷ്ണ യെസ്, പ്രഭു. കുമാരാസിന് ജ്ഞാനശക്തി എന്ന് പറയാമോ? ആണെന്ന് തോന്നുന്നു. ശരിയാണ്, കറക്റ്റ്. അതെ. അതുപോലെ വേറെയും ശക്തിയാവേശ അവതാരങ്ങൾ ഉണ്ടാവും, നമുക്കത് നോക്കാം പിന്നെ. ഓക്കെ, മുന്നോട്ട് പോവാം. ഇനി അടുത്തത് തത് പ്രകാശാംശ, ഭഗവാന്റെ പ്രകാശങ്ങൾ. അപ്പൊ അവതാരങ്ങളും പ്രകാശങ്ങളും തമ്മിൽ വ്യത്യാസമുണ്ട്, റൈറ്റ്? വ്യത്യാസമുണ്ട്. പ്രകാശം എന്ന് വെച്ചാൽ എക്സ്പാൻഷൻ, അവതാരം എന്ന് വെച്ചാൽ ഇൻകാർണേഷൻസ്. വ്യത്യാസമുണ്ട്. സോ പ്രകാശങ്ങളെ കുറിച്ച് ഈ 10-11 ശ്ലോകങ്ങളിൽ ഈ കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നു. ചെറിയൊരു ഗ്രാഫായിട്ട് നമ്മളൊരു എന്താണ് മൈൻഡ് മാപ്പായിട്ട് ഇട്ട് കഴിഞ്ഞാൽ ഇതാണ് ചിത്രം. കൃഷ്ണൻ എന്ന് പറയുന്നത് സ്വയം രൂപ, ഭഗവാന്റെ ഒറിജിനൽ കൃഷ്ണനെ സ്വയം രൂപ എന്ന് പറയുന്നു. ആ സ്വയം രൂപ വന്നിട്ട് 2 എക്സ്പാൻഷൻസ് ആയിട്ട് വരുന്നു. ഒന്ന് വന്നിട്ട് പ്രകാശ വിഗ്രഹ, മറ്റൊന്ന് വിലാസ വിഗ്രഹ. ലൈനൊന്നും ഇല്ല, ബട്ട് എനിവേ, പ്രകാശ വിലാസ. സോ പ്രകാശ വിഗ്രഹം എന്ന് പറയുന്നത് എന്താണെന്ന് പറയുന്നു, അനന്തം രൂപങ്ങളാണ്, ഒന്നിൽ കൂടുതൽ രൂപങ്ങളാണ്, അനേകം രൂപങ്ങളാണ്, ന്യൂമറസ് ഫോംസ്, പക്ഷെ നോൺ ഡിഫറെന്റ് ഫീച്ചേഴ്സ്. അതായത് ഈ സ്വയം രൂപത്തിൽ നിന്ന് വ്യത്യാസമില്ലാത്ത രൂപഭാവങ്ങളായിരിക്കും ഈ പ്രകാശ വിഗ്രഹങ്ങൾക്ക്. മാത്രമല്ല ഡിസ്പ്ലേഡ് സൈമൾട്ടേനിയസ്ലി, ഒരേ സമയം പ്രത്യക്ഷമാകുന്ന കൂടിയാണ്. എക്സാമ്പിൾ പറയുന്നത് 16,000 ദ്വാരകയിലെ രാജ്ഞിമാരോട് കൂടെ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു.
നാരദമുനി അത് കാണുകയുണ്ടായി. ആ ലീല. പിന്നെ ഗോപികമാരുടെ കൂടെ രാസനൃത്തത്തിൽ ഭഗവാൻ എക്സ്പാൻഡ് ചെയ്തു. ഓരോ ഗോപികയുടെ കൂടെയും ഭഗവാൻ കൂടെ ഉള്ളതുപോലെ അങ്ങനെ ഭഗവാൻ എക്സ്പാൻഡ് ചെയ്തു. അപ്പൊ ഇതൊക്കെ പ്രകാശ വിഗ്രഹങ്ങളാണ്. സെക്കൻഡ് കാറ്റഗറി വിലാസ വിഗ്രഹം. സോ വിലാസം എന്നുള്ളത് അതും ഒന്നിൽ കൂടുതൽ രൂപങ്ങളാണ്. പക്ഷെ ഫോമിൽ, ഫീച്ചേഴ്സിൽ ചെറിയ വ്യത്യാസമുണ്ട്. സോ എക്സാമ്പിൾ പറയുന്നത് ബലദേവൻ ചതുർവ്യൂഹം, സംകർഷണ പ്രദ്യുമ്ന, വാസുദേവ സംകർഷണ പ്രദ്യുമ്ന അനിരുദ്ധ ചതുർവ്യൂഹം. പിന്നെ വൈകുണ്ഠത്തിലുള്ള നാരായണ രൂപങ്ങൾ, ഇതൊക്കെ വിലാസ വിഗ്രഹങ്ങളായിട്ട് പറയുന്നു. ആൻഡ് ഒരു കാര്യം ആലോചിക്കണം, ഇതൊക്കെ ആധ്യാത്മിക ലോകത്തിലാണ്. ബലദേവൻ, ചതുർവ്യൂഹ, നാരായണ ഇൻ വൈകുണ്ഠ. മെറ്റീരിയൽ വേൾഡിൽ വരുമ്പോൾ നമ്മൾ ഇൻകാർണേഷൻസിലേക്ക് നമ്മൾ പോകുന്നു, അല്ലേ? അത് നമ്മൾ ഓർക്കണം. ഇപ്പൊ പ്രഭുപാദിനോട് ഒരു പ്രാവശ്യം ചോദിച്ചു, വാട്ട് ഈസ് ഡിഫറൻസ് ബിറ്റ്വീൻ കൃഷ്ണ ആൻഡ് ബലറാം എന്ന് ചോദിച്ചപ്പോൾ പ്രഭുപാദ് പറഞ്ഞ ഉത്തരവാണിത്. ബലറാം ഇസ് വൈറ്റ് കൃഷ്ണ. പ്രഭുപാദ് പറഞ്ഞ ഒരു ഉത്തരവാണ്. ബലറാം ഇസ് വൈറ്റ് കൃഷ്ണ, റൈറ്റ്? അല്ലാതെ വ്യത്യാസം ഇല്ല എന്ന് പറഞ്ഞു. ഓഫ് കോഴ്സ് ബലരാമൻ ഹലം, കലപ്പയാണ് ബലരാമൻ കയ്യിൽ പിടിച്ചിരിക്കുന്നത്. കൃഷ്ണൻ ഓടക്കുഴലാണ്. ദാറ്റ് ഈസ് ദയർ. ഇതിലെന്തെങ്കിലും ഡിസ്കസ് ചെയ്യാനുണ്ടോ? ഹരേ കൃഷ്ണ പ്രഭു, ഞാനൊരു പ്രഭാഷണ ക്ലാസ്സിൽ കേട്ടത് സേവ്യ ഭഗവാൻ, സേവക ഭഗവാൻ, അങ്ങനെ ബലരാമസ്വാമി കൃഷ്ണൻ തമ്മിലുള്ള രണ്ട് വ്യത്യാസം പറഞ്ഞതായി. അതെ, അതുമുണ്ട്, ശരിയാണ്. അഫ്കോഴ്സ് ഭഗവാൻ ഈ പ്രകാശ വിഗ്രഹങ്ങൾ കൃഷ്ണൻ തന്നെയാണ്. പക്ഷെ വിലാസ വിഗ്രഹങ്ങൾ വരുമ്പോൾ ആ ഒരു ഫീച്ചേഴ്സ് ഡിഫറെൻ്റ് ആണ്, ഭാവം ഡിഫറെൻ്റ് ആണ്. സോ മതജി പറഞ്ഞ് കറക്റ്റാണ്. ഏകാലേ ഈശ്വര കൃഷ്ണ ആരസഭ ഭൃത്യ എന്ന് പറയുന്ന പോലെ ഈ കൃഷ്ണൻ സ്വയം രൂപ ആൻഡ് പ്രകാശ വിഗ്രഹം മാത്രമാണ് എന്താ പറയുക, സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ് ഹെഡ്. ബാക്കി ഭഗവാന്റെ എല്ലാ രൂപങ്ങളും സേവക രൂപങ്ങളാണ്. ശരിയാണ്. വേറെന്തെങ്കിലും? കോംപ്ലിക്കേറ്റഡ് ആണോ ഇത്? കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടോ? അതോ നമ്മൾ ഇത്രയും വായിച്ചതിന് ചെറിയൊരു സമ്മറി ആയിട്ട്? കോംപ്ലിക്കേഷൻ ഇല്ല പ്രഭു, മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, ശരി. ഇനി ലാസ്റ്റ്, ഈ ഒന്നാമത്തെ ശ്ലോകത്തിന്റെ ലാസ്റ്റ് പാർട്ടാണ് തത് പ്രകാശാംശ തത് ശക്തിഹി, ശക്തികൾ, ഭഗവാന്റെ ശക്തികൾ, എനർജീസ്. അപ്പം അത് പ്രഭുപാദ് 3 കാറ്റഗറീസ് ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന് വൈകുണ്ഠത്തിലുള്ള ശക്തികൾ, ലക്ഷ്മി ഗണം എന്ന് പറയും. സോ വൈകുണ്ഠത്തില് എണ്ണമറ്റ ലക്ഷ്മിമാരുണ്ട്. ആൻഡ് രണ്ടാമത് ദ്വാരകയിലുള്ള മഹിഷി ഗണം, ഭഗവാന്റെ പത്നിമാര്, ആ ഗണം ദ്വാരകയില്. പിന്നെ ലാസ്റ്റ് വൃന്ദാവനത്തില് ഗോപി ഗണം, ദ ബെസ്റ്റ് ഓഫ് ഓൾ എന്ന് പ്രഭുപാദ് പറയും. ഇങ്ങനെ 3 കാറ്റഗറി ആയിട്ട് ഭഗവാന്റെ ശക്തികളെ തരംതിരിച്ചിരിക്കുന്നു. ഇവിടെ എന്തെങ്കിലും? ഹരേ കൃഷ്ണ, മഹിഷി എന്ന് പറഞ്ഞ എന്താ പ്രഭു? മഹിഷി എന്ന് പറഞ്ഞാല് ഇതാണ്, ക്വീൻസ് എന്ന് പറയുമല്ലോ, അതിൻ്റെയാണ് മഹിഷി. അല്ലാതെ മഹിഷാസുര എന്നുള്ള അർത്ഥമല്ല. മേ ബി അതാണ് ആലോചിച്ചത്. ഞാൻ അങ്ങനെ ചിന്തിച്ചില്ല. ഓക്കെ, അങ്ങനെയല്ല. മഹിഷി എന്ന് പറഞ്ഞാൽ ക്വീൻസ് എന്നുള്ള അർത്ഥമാണ്. അതിൻ്റെ സാൻസ്ക്രിറ്റ് റൂട്ട് നോക്കണം, എന്താണെന്നുള്ളത് അറിയില്ല. അത് നോക്കാം. ഓക്കെ, സോ ഇത്രയും നേരം കൊണ്ട് നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ 6 തത്വങ്ങളെ കുറിച്ച് നമ്മൾ ഈ ആദ്യത്തെ 7 ചാപ്റ്ററിനെ കുറിച്ചൊക്കെ നമ്മളന്ന് ഫസ്റ്റ് ടൈം ചർച്ച ചെയ്തു. അതിൽ ഒന്നാമത്തെ ചാപ്റ്ററിലെ ഫസ്റ്റ് പാർട്ട് നമ്മൾ ഇത്രയും നേരം കൊണ്ട് കംപ്ലീറ്റ് ചെയ്തു. 6 തത്വങ്ങളെ കുറിച്ച് നമ്മൾ
ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഈ 1-ാം അധ്യായത്തിന് ചെറിയൊരു സെക്കൻഡ് പാർട്ട് ഉണ്ട്. അത് ഗൗരനിത്യാനന്ദ, ചൈതന്യ മഹാപ്രഭുവിനെയും നിത്യാനന്ദ പ്രഭുവിനെയും കുറിച്ചിട്ട് അവർക്ക് പ്രണാമങ്ങൾ അർപ്പിക്കുന്നതിനെ കുറിച്ചിട്ടാണ്. നമ്മൾ ആദ്യത്തെ ആ പ്രണാമ മംഗളാചരണ ശ്ലോകങ്ങൾ നോക്കിയാൽ ഈ സോറി, ഇത് അലൈൻമെന്റ് മാറിയിട്ടുണ്ട്. പക്ഷെ ഈ 1-ാമത്തെ ശ്ലോകം ഈ 6 തത്വങ്ങളെക്കുറിച്ചും, 2-ാമത്തെ ശ്ലോകം ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? വന്ദേ ശ്രീകൃഷ്ണ ചൈതന്യ. ആക്ച്വലി ബൈഹാർട്ട് പഠിക്കേണ്ട ശ്ലോകങ്ങളാണ് ഈ ആദ്യത്തെ 14 ശ്ലോകങ്ങളും. വന്ദേ ശ്രീകൃഷ്ണ ചൈതന്യ നിത്യാനന്ദൗ സദോദിതൗ ഗൗഡോദയേ പുഷ്പവന്തൗ ചിത്രൗ ശന്തൗ തമോനുതൗ. അതെ, ഭയങ്കര ബ്യൂട്ടിഫുൾ ശ്ലോകാസ് ആണ് ശരിക്കും. വെരി അട്രാക്റ്റീവ് ശ്ലോകാസ്. മുന്നോട്ട് വരുന്ന ശ്ലോകങ്ങൾ അങ്ങനെ തന്നെ വെരി 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 ബ്യൂട്ടിഫുൾ അമേസിങ് ശ്ലോകാസ്. സോ നമ്മുടെ മൈൻഡ് മൂഡൊക്കെ കുറച്ച് ഡൗൺ ആയിരിക്കുകയാണെങ്കിൽ പലപ്പോഴും ഞാനിത് ചെയ്യാറുണ്ട്. ഈ ശ്ലോകങ്ങൾ ജസ്റ്റ് ചൊല്ലിക്കഴിഞ്ഞാൽ വലിയൊരു എനർജിയാണ് കിട്ടുന്നത്. എനിവേ, സോ ശ്ലോക 84, ഈ ശ്ലോക 2 ജസ്റ്റ് റിപ്പീറ്റ് ചെയ്തിരിക്കുകയാണ് 84-ാമത്തെ ശ്ലോകത്തിൽ. വീണ്ടും റീകോട്ട് ചെയ്തിട്ടുണ്ട് കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി. വന്ദേ ശ്രീകൃഷ്ണ ചൈതന്യ നിത്യാനന്ദൗ സഹോദിതൗ ഗൗഡോദയേ പുഷ്പവന്തൗ ചിത്രൗ ശന്തൗ തമോനുതൗ. സോ ഇനിയുള്ള ശ്ലോകങ്ങൾ, ഈ അധ്യായത്തിലുള്ള ബാക്കി ശ്ലോകങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ വാക്കുകളെ വിസ്തരിക്കുകയാണ്. അതായത് ഗൗഡോദയേ പുഷ്പവന്തൗ, ചിത്രൗ, ശന്തൗ, തമോനുതൗ, ഈ 4 വാക്കുകൾ. ഗൗഡോദയ പുഷ്പവന്തൗ 1, ചിത്രൗ 2, ശന്തൗ 3, തമോനുതൗ 4. ഈ 4 വാക്കുകൾക്കും കൂടുതൽ എക്സ്പ്ലനേഷൻ കൊടുക്കുകയാണ്. ഈ കൃഷ്ണ ബലറാം എവിടത്തേതാണെന്ന് ചോദിക്കാൻ പറ്റില്ല, കാര്യം ഓൾറെഡി അവിടെ വെബ്സൈറ്റിന്റെ പേരുണ്ട്. സോ അതുകൊണ്ട് ചോദിക്കുന്നില്ല. റൈറ്റ്. വൃന്ദാവൻ. ഗൗർനിതായെ കുറിച്ച് പറയുമ്പോൾ പ്രഭുപാദിന്റെ ഏറ്റവും ഷോർട്ടസ്റ്റ് ക്ലാസ് എവിടെയാണ് നടന്നതെന്ന് അറിയാമോ? പ്രഭുപാദിന്റെ ക്ലാസ് യൂഷ്വലി ഒരു അരമണിക്കൂർ അങ്ങനെയൊക്കെ ഉണ്ടാവാറുള്ളൂ അല്ലേ? പല ക്ലാസ്സസ് എടുത്ത് നോക്കിയാൽ ഒരു 30 മിനിറ്റ്സ് ഉണ്ടാവാറ്. അതിന് 2 കാരണങ്ങളുണ്ട്. ഒന്ന്, പ്രഭുപാദ് അത്ര സമയം ക്ലാസ് എടുക്കാറുള്ളൂ ആയിരുന്നു. വേറൊരു കാരണം കൂടെ ഉണ്ട് ഈ 30 മിനിറ്റ്സ് വരാൻ. അറിയാമോ? ചിലപ്പോൾ കുറച്ച് കൂടുതലൊക്കെ ആവും ക്ലാസ്, പക്ഷേ യൂഷ്വലി ക്ലാസ്സസ് 30 മിനിറ്റ്സ് ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത് പലപ്പോഴും. ആർക്കറിയാമോ കാരണം? സിമ്പിൾ ഒരു റീസൺ ആണ്. അറ്റൻഷൻ മാറുന്നുള്ളതാണ്. അറ്റൻഷൻ മാറുന്നുള്ളതാണ്. അങ്ങനെയും ആവാം. ആക്ച്വൽ റീസൺ വളരെ ഒരു സിമ്പിൾ റീസൺ ആണ്. പണ്ടൊക്കെ കാസറ്റിലാണ് റെക്കോർഡ് ചെയ്തുകൊണ്ടിരുന്നത്, റൈറ്റ്? ഓഡിയോ കാസറ്റ്. അതിന് എത്ര നീളമുണ്ട് ഒരു സൈഡ് ഓഫ് ദി കാസറ്റ്? 30 മിനിറ്റ് ആണ് അല്ലേ? പിന്നെ കാസറ്റ് തിരിച്ചിടണം, അപ്പോഴാണ് ബാക്കി റെക്കോർഡ് ചെയ്യുന്നത്. അതുകൊണ്ട് ചിലപ്പോഴൊക്കെ, എല്ലാ ലെക്ചേഴ്സിലും അല്ലെങ്കിലും, അവർ ബാക്കപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു ഡിവോട്ടി. ഒരു കാസറ്റ് വെച്ച് അത് തീരുന്ന സമയത്തിന് അതിന് മുമ്പ് തന്നെ വേറൊരു ടേപ്പ് റെക്കോർഡറിൽ റെക്കോർഡ് ചെയ്ത് ഈ 2 ഓഡിയോയും കൂടെ മിക്സ് ചെയ്ത് അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാലും ചില ലെക്ചേഴ്സ് എങ്കിലും പ്രഭുപാദിന്റെ എക്സാക്ട് 30 മിനിറ്റ്സ് വരാൻ കാരണം ആ കാസറ്റ് തീരുമ്പോൾ പിന്നെ അവർ റെക്കോർഡ് ചെയ്തില്ല. അപ്പൊ ചില ഭാഗങ്ങൾ പ്രഭുപാദിന്റെ ക്ലാസ് നഷ്ടപ്പെട്ടു പോയി. അങ്ങനെയും സംഭവിച്ചിട്ടുണ്ട്. അത് ആലോചിച്ചിട്ടുണ്ടോ? ഇങ്ങനെയും സംഭവിച്ചിട്ടുണ്ട്, റൈറ്റ്? എനിവേ, പക്ഷെ പിന്നീട് ഡിവോട്ടീസ് ഗ്രാജ്വലി പ്രഭുപാദിന്റെ വാല്യൂ അവർ മനസ്സിലാക്കി തുടങ്ങുമ്പോൾ ക്രമേണ ആ കാര്യങ്ങളൊക്കെ അവർ ശരിയാക്കി, പിഴവുകളൊക്കെ നികത്തി. ഓക്കെ, സോ നെക്സ്റ്റ് നമുക്ക് ഗൗർനിത്തായിനെ കുറിച്ച് സംസാരിക്കാം. ഗൗരനിത്യാനന്ദ. അത് ഞാൻ ചോദിക്കാൻ വന്നത്, സോ പ്രഭുപാദിന്റെ ഷോർട്ടസ്റ്റ് ക്ലാസ് ഏതായിരുന്നു? എനി ഗെസസ്? ഗൗരനിതായിട്ട് ബന്ധമുണ്ട്, അതാണ് ക്ലൂ. വേറെ എന്തെങ്കിലും ക്ലൂ വേണമെങ്കിൽ തരാം. ഇനിയും ക്ലൂസ് വേണമെങ്കിൽ തരാം. ഐ തിങ്ക് 3 മിനിറ്റ്സ് എന്തോ ഉണ്ടായിരുന്നുള്ളൂ. 3-4 മിനിറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ ക്ലാസ്. ഇപ്പോഴും വേദാബേസിലൊക്കെ പോയാൽ കാണാം.
അമേരിക്കയിലായിരുന്നു. അമേരിക്കയില് അറ്റ്ലാന്റ എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു. ഇനി ആർക്കെങ്കിലും കിട്ടിയോ? രാധാഷ്ടമിയുടെ ക്ലാസ് ആണ് പ്രഭു. രാധാഷ്ടമിയുടെ അല്ല, ഓക്കെ. അറ്റ്ലാന്റ എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു ആ ക്ലാസ്. അറ്റ്ലാന്റയിൽ ആരാണുള്ളത്? അറ്റ്ലാന്റയില് ഗൗർനിത്തായാണുള്ളത്. ആൻഡ് ഇസ്കോണിന്റെ ഫസ്റ്റ് ഗൗർനിത്തായി മെറ്റൽ ഡീറ്റീസ് ആയിരുന്നു. ആക്ച്വലി ലൈഫ് സൈസ് ഡീറ്റീസ് ആണ്, വലിയ ഡീറ്റീസ് ആണ്, ബ്യൂട്ടിഫുൾ മെറ്റൽ ഡീറ്റീസ് ആണ്. ഗൗർനിത്ത ഇങ്ങനെ ഡാൻസ് ചെയ്ത് ഇങ്ങനെ ചെരിഞ്ഞ് നിൽക്കുകയാണ്. സോ അപ്പൊ ആ ഗൗർനിത്തായി അവര് പ്രഭുപാദിനോട് ചോദിച്ച് ഇൻസ്റ്റാൾ ചെയ്തു. പക്ഷെ പ്രഭുപാദ് ദർശനം എടുത്തിട്ടില്ല. ആദ്യമായിട്ട് പ്രഭുപാദ് അറ്റ്ലാന്റയില്, മീൻസ് ഇൻസ്റ്റലേഷൻ കഴിഞ്ഞിട്ട് പ്രഭുപാദ് ആദ്യമായിട്ട് അറ്റ്ലാന്റയിൽ വരികയാണ്. സോ ഫസ്റ്റ് പ്രഭുപാദ് വന്നിട്ട് ഗൗർനിത്തായിനെ അവിടെ അറ്റ്ലാന്റയിൽ ദർശനം എടുത്തപ്പോ അങ്ങനെ കുറേ നേരം ഗൗർനിത്തായിട്ട് നോക്കി നിന്ന് എന്താണ് സംസാരിച്ചതെന്ന് അറിയില്ല. അത് കഴിഞ്ഞ് പ്രഭുപാദ് വളരെ ഗൗരവത്തോടെ വന്ന് ക്ലാസ്സില് വ്യാസാസനത്തിൽ വന്നിരുന്നിട്ട് പ്രഭുപാദ് പറയും, സോ ഗൗർനിത്തായ് ഇസ് മോസ്റ്റ് മെർസിഫുൾ. എന്താണ്, ഇത്രയും ഒന്നും അറിയാത്ത പാശ്ചാത്യ ദേശത്തിലെ ജനങ്ങളെ രക്ഷിക്കാനും അവർക്ക് കാരുണ്യം നൽകാനും വേണ്ടിയിട്ട് they have come all the way from India, they have come all the way from നവദ്വീപ്, how merciful they are എന്ന് പറഞ്ഞിട്ട് പ്രഭുപാദിന്റെ വോയിസ് ഒക്കെ ഇങ്ങനെ അടഞ്ഞു പോവും. ഗദ്ഗതം എന്ന് പറയല്ലോ. അപ്പോൾ വോയിസ് ഒക്കെ അടഞ്ഞു പോവാൻ പ്രഭുപാദ് സെഡ് ചാൻറ്റ് ഹരേ കൃഷ്ണ. ആൻഡ് ആ ക്ലാസ് അതോടെ തീർന്നു. ആൻഡ് അടുത്ത ദിവസം പ്രഭുപാദ് വന്നിട്ട് റെഗുലർ ഭാഗവതം ക്ലാസ് എടുക്കുന്നതിന് പകരം പ്രഭുപാദ് പറയും വി വിൽ ലേൺ വൺ സോങ് എന്ന് പറയും. എന്നിട്ട് ഒന്ന് ഗസ് ചെയ്യാം ഏത് സോങ് ആയിരിക്കും പ്രഭുപാദ് പഠിപ്പിച്ചത് ഈ ഒരു പശ്ചാത്തലം വെച്ചിട്ട്. പ്രഭുപാദ് ടോട്ട് എ സോങ്, വൈഷ്ണവ സോങ്. ഏതായിരിക്കാം? ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു ദയാ കരോ മോരെ. അതെ, ആയിരിക്കാം. പക്ഷെ അതല്ല, വേറൊരു സോങ് ആണ്. പരമകരുണ. യെസ്, പരമകരുണ, റൈറ്റ്. പരമകരുണ പാഹു ദ്വിജന നിതായ് ഗൗരചന്ദ്ര. ആ സോങ് ആണ് പ്രഭുപാദ് പഠിപ്പിച്ചത്. ഇറ്റ്സ് എ വെരി ബ്യൂട്ടിഫുൾ പ്ലേസ് അറ്റ്ലാന്റ. അതിന് പേര് ന്യൂ പാനിഹാട്ടി ധാം എന്നാണ്. അത് ഓഫ് കോഴ്സ് ലേറ്റർ, ആ സമയത്ത് പ്രഭുപാദിന്റെ ടൈമിൽ അങ്ങനെ പേരും, ഐ തിങ്ക് പ്രഭുപാദിന്റെ ടൈമിലായിരുന്നു ആ പേരും തോന്നുന്നു, ന്യൂ പാനിഹാട്ടി ധാം. ആൻഡ് ലേറ്റർ ഓഫ് കോഴ്സ് ഹിസ് ഓണർ ജയപതാക സ്വാമി മഹാരാജ്, ഗുരു മഹാരാജിന്റെ സ്പെഷ്യൽ ഇൻട്രസ്റ്റ് കാരണം ഇങ്ങനൊരു പേരുള്ള സ്ഥലമാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ പാനിഹാട്ടി നടക്കണം എന്ന് പറഞ്ഞിട്ട് അറ്റ്ലാന്റയിൽ ഇന്നും പോയാൽ എനിക്ക് ഒരു പ്രാവശ്യം പാനിഹാട്ടി ടൈമിൽ പോകാനുള്ളൊരു ഭാഗ്യം ഉണ്ടായി. ആ ദിവസം പാനിഹാട്ടി ഫെസ്റ്റിവൽ നടക്കുന്ന ദിവസം. ആൻഡ് ഗുരു മഹാരാജ് വന്നിട്ടൊരു ഫേമസ് വീഡിയോ ഉണ്ട് നെറ്റിൽ, കുക്ക് ചെയ്യുന്ന, മേക്കിംഗ് ഓൾ ദീസ് തിങ്സ്. എന്താണ്, ഒരു പോട്ടിൽ നിന്ന് വേറൊരു പോട്ടിലേക്ക് ഫ്രൂട്ട്സും അവിലും ഒക്കെ ഇങ്ങനെ മാറ്റിയിടുന്നത്. സോ അതൊരു ജസ്റ്റ് ഒരു 5 മിനിറ്റ്സ് കാണാനുള്ളൊരു ഭാഗ്യം ഉണ്ടായി. പക്ഷെ ഗുരുമാരുടെ കൂടെ സെർവ് ചെയ്യാൻ പറ്റിയില്ല, കാര്യം ഉടനെ എനിക്ക് ഫ്ലൈറ്റ് ആയിരുന്നു തിരിച്ച്. സോ വളരെ ഒരു ഹെവി ഹാർട്ടോടെ അവിടെ നിന്ന് പുറപ്പെടേണ്ടി വന്നു. ബട്ട് എനിവേ പാനിഹാട്ടി ഈസ് ബ്യൂട്ടിഫുൾ ദയർ. ആൻഡ് അവിടുത്തെ ഈ പോട്ട്സിലൊക്കെ ഒരു പെയിന്റിങ് ചെയ്യുന്നതും പോട്ട് പെയിന്റിംഗ് ഒക്കെ വെരി ബ്യൂട്ടിഫുള്ളി അവരവിടെ ചെയ്യും. എനിവേ ദാറ്റ് ഈസ് ഗ്ലോറി ഓഫ് ഗൗരനിത്തായ്, വെരി ബ്യൂട്ടിഫുൾ. ജീവിതത്തിൽ ഒരിക്കൽ ഇഫ് പോസിബിൾ നമ്മൾ ഈ പറയുന്ന പാശ്ചാത്യ ദേശ തീർത്ഥസ്ഥാനങ്ങളിലേക്കൊന്ന് പോകണം. ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ ടു സീ ന്യൂയോർക്ക് ആൻഡ് ദെൻ ന്യൂ പാനിഹാട്ടി ധാം, അറ്റ്ലാന്റ ഓർ വട്ടെവർ. അപ്പം എല്ലാവരും കുറച്ചൊക്കെ പൈസ സേവ് ചെയ്ത് വെക്കുക ആൻഡ് പാസ്പോർട്ടൊക്കെ റെഡിയാക്കി വെക്കുക. കൃഷ്ണ വില്ലിംഗ് ദാറ്റ് ക്യാൻ ഓൾസോ ഹാപ്പൻ. ഹരേ കൃഷ്ണ. സോ എനിവേ ഇത് ചൈതന്യ ചരിതാമൃതത്തിന്റെ ഡയറക്റ്റ് ഭാഗമല്ലായിരുന്നു, പറഞ്ഞു പോയതാണ്. എനിവേ, സോ ശ്ലോകാസ് 85 to 103 ഗൗര നിത്യാനന്ദ അവരെ ഗ്ലോറിഫൈ ചെയ്യുന്നതാണ്. സോ 85 to 87 ഈ ഒരു വാക്ക് ഗൗഡോദയെ പുഷ്പവന്തൗ. ഗൗഡ ഉദയെ, ഉദയം എന്ന് പറഞ്ഞാൽ റൈസിങ്, ഈസ്റ്റ് എന്നുള്ള അർത്ഥവും അവിടെ വരുന്നുണ്ട്, റൈറ്റ്. സോ സൺ ആൻഡ് മൂൺ, സൂര്യനും ചന്ദ്രനും രണ്ടുപേരും എന്താണ് പൂർവ്വചക്രവാളത്തിൽ നിന്ന്
കിഴക്കേ ചക്രവാളത്തിൽ നിന്ന് ഉദിച്ചുയരുന്നു. സാധാരണ അങ്ങനെ എനിക്കറിയില്ല, ആസ്ട്രോളജിക്കലി അല്ലെങ്കിൽ ആസ്ട്രോണമിക്കലി ഒരേ ദിശയിൽ നിന്ന് സൂര്യനും ചന്ദ്രനും ഒരേ സമയം ഉദിക്കുന്ന അങ്ങനെ എന്തെങ്കിലും സാധ്യമാണോ എന്ന് എനിക്കറിയില്ല. മേ ബി ഇവിടെയുള്ള ആസ്ട്രോളജേഴ്സും അല്ലെങ്കിൽ ഇത് വേണമെങ്കിൽ അത് റിസർച്ച് ചെയ്യാവുന്ന ഒരു സാധനമാണ്. സാധാരണ നമ്മൾ കന്യാകുമാരിയിലൊക്കെ കണ്ടിട്ടുണ്ട്, സൂര്യൻ ഉദിക്കുമ്പോൾ ചന്ദ്രൻ അസ്തമിക്കും, അല്ലെങ്കിൽ രണ്ടുപേരും ഉദിക്കും, പക്ഷേ വേറെ വേറെ സ്ഥലങ്ങളിലായിരിക്കും. പക്ഷെ ഇതൊരു അമേസിങ് കമ്പാരിസൺ ആണ്. സൺ ആൻഡ് മൂൺ രണ്ടുപേരും കിഴക്കേ ചക്രവാളത്തിൽ അവതരിക്കുന്നു. അത് കഴിഞ്ഞ് 88 to 95 ശ്ലോകത്തിൽ തമോനുദൗ എന്നുള്ളതിനെ കുറിച്ച് പറയുന്നു. തമസ്സിനെ ഡിസിപ്പേറ്റ് ചെയ്യുന്ന അവതാരങ്ങൾ എന്ന് പറയുന്നു. സോ 2 തരം തമസ്സുകൾ, അതായത് ഇഗ്നറൻസിനെയാണ് ഗൗരണിത്തായി ഇല്ലാതാക്കുന്നതെന്ന് അതിൻ്റെ ബാക്കി ശ്ലോകങ്ങളിൽ ഇവിടെ പറയുന്നുണ്ട്. സോ ആദ്യത്തെ ഇഗ്നറൻസ്, ആദ്യത്തെ തമസ് എന്ന് പറഞ്ഞാൽ ചീറ്റിംഗ് ധർമ്മ, കൈത്തവ, റൈറ്റ്, കൈത്തവ ധർമ്മ. പിന്നെ ഇത് പറഞ്ഞിട്ടുണ്ട് ഇവിടെ എന്ന് വെച്ചാൽ റെവല്യൂഷണറി ഡെഫിനിഷൻസ് ആണ്. സാധാരണ നമ്മൾ കാണുന്ന മറ്റ് വേദഗ്രന്ഥങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ വല്ല സംഹിത, അല്ലെങ്കിൽ മറ്റു പുരാണങ്ങളിലൊക്കെ കാണുന്നത് പോലെയല്ല. ശ്രീമദ് ഭാഗവതം, ചൈതന്യ ചരിതാമൃത ഇത് രണ്ടും വേറെ ലെവലാണ്. സോ ഡെഫിനിഷൻസ് ഒക്കെ വളരെ ഒരു എന്താണ്, ചില സ്ഥലങ്ങളിൽ മറ്റു പുരാണങ്ങളിൽ മറ്റ് വ്യക്തികൾ ശരിയെന്ന് പറയുന്നതൊക്കെ ഇവിടെ തെറ്റാന്ന് പറയും, മറ്റ് സ്ഥലങ്ങളിൽ തെറ്റാന്ന് പറയുന്നത് ഇവിടെ ശരിയെന്ന് പറയും, റൈറ്റ്. അത് ഒരു അമേസിങ് തിങ് ആണ്. സോ ഫസ്റ്റ് ഇഗ്നറൻസ് എന്ന് പറയുന്നത് കപട. സോ 90ാമത്തെ ശ്ലോകത്തിൽ ചൈതന്യ കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി ശ്ലോക 90 പറയുന്നത് അജ്ഞാന തമേർ നാമ കഹിയെ കൈത്തവ. പറയുന്നത് അജ്ഞാന തമേര നാമ കഹിയെ കൈത്തവ ധർമ്മ അർത്ഥ കാമ മോക്ഷ വാഞ്ച ആദി സഭ എന്ന് പറയുന്നു. അതായത് ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം, ഇതാണ് എല്ലാവരും പർപ്പസ് ഓഫ് ലൈഫായിട്ട്, പുരുഷാർത്ഥങ്ങളായിട്ട് പറയുന്നത്. പക്ഷെ ഈ 4 കാര്യങ്ങൾ ഇവിടെ കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി പറയുന്നു, എന്നിവ ആദിയായുള്ള അജ്ഞാന അന്ധകാരത്തെ കൈതവധർമ്മം അഥവാ കപടധർമ്മം എന്ന് വിളിക്കുന്നു. സോ നമ്മുടെ എന്താ പറയുക, പൊതുസമൂഹത്തിലുള്ള എല്ലാ വ്യക്തികളും പ്രായണ ഈ 4 കാര്യങ്ങൾക്ക് പുറകെയാണ് പോകുന്നത്. ഇവിടെ കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി ഇതിനെ കപടധർമ്മം, കൈതവധർമ്മം എന്ന് പറയുന്നു. അങ്ങനെ എഴുതിയിരിക്കുന്ന ഈ ചൈതന്യ ചരിതാമൃതം നമ്മൾ കുറെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണമെന്ന് പറയുന്നു. അപ്പൊ നമ്മൾ നല്ല ബുക്കാണെന്ന് പറഞ്ഞ് നമ്മൾ കൊടുക്കും. അത് ക്രമേണ വായിച്ച് ഗൗർനിത്തായുടെ കാരുണ്യം കൊണ്ട്, ഓ ഇതിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ടോ, ഇത് ഞാൻ പ്രതീക്ഷിച്ചില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പയ്യെ പയ്യെ വായിച്ച് അതിൽ ജനങ്ങളിൽ പരിവർത്തനം ഉണ്ടാകും, റൈറ്റ്. പക്ഷെ ഇറ്റ്സ് എ ഹെവി ഡെഫിനിഷൻ, കംപ്ലീറ്റ്ലി ഓപ്പോസിറ്റ് സാധാരണ കാണുന്നതിൽ നിന്ന്. ഭാഗവതത്തിൽ പക്ഷേ അത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, അല്ലേ, ധർമ്മപ്രോജിത കൈതവോ എന്നുള്ള ശ്ലോകത്തിൽ. പിന്നെ 92ാമത്തെ ശ്ലോകത്തിൽ വീണ്ടും കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി പ്രത്യേകം ധർമാർത്ഥ കാമത്തെ മാത്രമല്ല, എല്ലാവർക്കും താല്പര്യം മോക്ഷത്തിലാണ്, അതാണ് ആധ്യാത്മികത എന്നാണ് ജനങ്ങൾ എല്ലാവരും വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന് എങ്ങനെങ്കിലും എന്താണ് ഈ നരകത്തിൽ നിന്ന് തന്നെ കരകയറ്റിയിടണം, തിരുവൈക്കം വാഴും ശിവശംഭോ എന്ന് പറയുന്ന പോലെ ഇതിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളതാണ് ലക്ഷ്യമെന്ന് എല്ലാവരും വിചാരിക്കുന്നു. പക്ഷെ ഇവിടെ പറയുന്നത് ഭഗവാനിൽ ലയിച്ച് മോക്ഷം നേടണമെന്ന് ഇച്ഛിക്കുന്നതാണ് ഏറ്റവും വലിയ വഞ്ചന പ്രക്രിയ. ഈ ധർമാർത്ഥ കാമം പോലും ക്ഷമിക്കാം, പക്ഷേ ഈ ഭഗവാനിൽ ലയിക്കണം എന്ന് പറയുന്ന ഏറ്റവും വലിയ ചീറ്റിംഗ് ആണെന്ന് കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി പറയുന്നു. അതിലൊട്ടും അതിൻ്റെ സീരിയസ്നെസ് കുറയ്ക്കാതെ പ്രഭുപാദ് ട്രാൻസ്ലേറ്റും ചെയ്യുന്നുണ്ട്. എന്തെന്നാൽ ഇത് കാരണവും പറയുന്നുണ്ട്. എന്തെന്നാൽ ഇറ്റ് കോസസ് പെർമനന്റ് ഡിസപ്പിയറൻസ് ഓഫ് ലവിങ് സർവീസ് ടു കൃഷ്ണ. കൃഷ്ണനോടുള്ള പ്രേമഭരിത സേവനം എന്നേക്കുമായി മറയുന്നതിന് കാരണമായി തീരുന്നു. അതുകൊണ്ടാണ് മോക്ഷത്തിന് ഏറ്റവും വലിയ ഒരു ചീറ്റിംഗ് ആയിട്ട് ഇവിടെ പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ചൈതന്യ ചരിതാമൃത ഈസ് കംപ്ലീറ്റ്ലി ഫോക്കസ്ഡ് ഓൺ പഞ്ചമ പുരുഷാർത്ഥ പ്രേമ. അപ്പൊ അതിൽ നിന്ന് താഴെയുള്ള അല്ലെങ്കിൽ അതിന് വിരുദ്ധമായിട്ടുള്ളതിനെയൊക്കെ നിശിതമായിട്ട് ചൈതന്യ ചരിതാമൃതം വിമർശിക്കും. പ്രഭുപാദ് പറഞ്ഞൊരു എക്സാമ്പിൾ ഉണ്ട്, പ്രഭുപാദ് ഒരു ലെക്ചർ എന്നാണ് ഈ എക്സാമ്പിൾ. അതായത് ഈ മോക്ഷം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി
ഭഗവാൻ അദ്ദേഹത്തെ എങ്ങനെയാണ് കാണുന്നത് എന്ന് വെച്ചാൽ, ഒരമ്മ ഒരമ്മയ്ക്ക് ആനന്ദത്തിന്, അച്ഛനും അമ്മയ്ക്കും ആനന്ദം ഉണ്ടാക്കാൻ വേണ്ടിയാണ് അവിടെ കുഞ്ഞ് ജനിക്കുന്നത്, അല്ലെ? ആ കുഞ്ഞ് അച്ഛനും അമ്മയ്ക്കും, പ്രത്യേകിച്ച് അമ്മയ്ക്ക് ആനന്ദം നൽകാൻ വേണ്ടിയിട്ടാണ് ഒരു കുഞ്ഞ് വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നത്. പക്ഷേ സപ്പോസ് ആ കുഞ്ഞ് ജനിച്ച ശേഷം, ജനിച്ച് പിറന്നു വീണു, അത് കഴിഞ്ഞ് ആ കുഞ്ഞ് പറയുന്നു, അയ്യോ ഈ ഭൗതിക ലോകം ഭയങ്കര മോശമാണ്, ഇത് എനിക്കിവിടെ ജീവിക്കാൻ പറ്റില്ല, മറ്റേ ശുകദേവ ഗോസ്വാമിയുടെ കഥ പറഞ്ഞതുപോലെ. സപ്പോസ് ഒരു കുഞ്ഞ് അങ്ങനെ പറയുന്നു, ഓ എനിക്കിത് വളരെ ബുദ്ധിമുട്ടാണ്, ഞാൻ തിരിച്ച് അമ്മയുടെ ഗർഭത്തിലേക്ക് ഞാൻ തിരിച്ചു പോവുകയാണ് എന്ന് ഒരു കുഞ്ഞ് പറഞ്ഞു കഴിഞ്ഞാൽ, ആ അമ്മയുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. അമ്മയ്ക്ക് എന്ത് തോന്നും? ആരെങ്കിലും അമ്മമാരുണ്ടോ? പറയാലോ. ആ അമ്മയ്ക്ക് ഫീലിംഗ് വിഷമം ഉണ്ടാവും. ഏ അമ്മയ്ക്ക് വളരെ ദുഃഖം ഉണ്ടാവും. അങ്ങനെ പോവാൻ അനുവദിക്കില്ല അമ്മ. അത്രേ ഉള്ളോ? ഓക്കെ, വാട്ട് എവർ. അപ്പൊ അത് വളരെ അസ്വാഭാവികമാണ്, അല്ലെ? അൺനാച്ചുറൽ ആണ്. അങ്ങനെ ഒരു ആഗ്രഹം പ്രകടിപ്പിക്കുന്നതും അത് അമ്മയ്ക്ക് ഉണ്ടാക്കുന്ന ഒരു ഫീലിംഗ് ഭയങ്കര ഒരു നെഗറ്റീവ് ഇതാണ്. അപ്പൊ എന്ന് പറയുന്നത് പോലെ ഭഗവാന് ഇതാണ് സംഭവിക്കുന്നത്. ഭഗവാൻ ആനന്ദിക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ എന്ത് ചെയ്യുന്നത്? ഏകോ ബഹുസ്യാം എന്ന് പറഞ്ഞിട്ട് ഭഗവാൻ സ്വാംശങ്ങളായിട്ടും വിഭിന്നാംശങ്ങളായിട്ടും ഒക്കെ ഭഗവാൻ എക്സ്പാൻഡ് ചെയ്യുന്നത്. പക്ഷെ അങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് വന്ന ഒരു ജീവാത്മാവ് പറയുന്നു, ഓ ഈ ഭൗതിക ലോകം എനിക്ക് വേണ്ട, ഞാൻ തിരിച്ച് ഭഗവാനിൽ തന്നെ ലയിച്ചു ചേരാം എന്ന് പറയുമ്പോഴേക്കും ആക്ച്വലി ഭഗവാനെ നിന്ദിക്കുകയാണ്, അല്ലെ? ഭഗവാന്റെ ആഗ്രഹങ്ങളെ അതിന് നേരെ വിപരീതമായിട്ട് ചിന്തിക്കുകയാണ്. അത് പ്രഭുപാദ എക്സാമ്പിൾ പറയുന്നു. സോ ചൈതന്യ ചരിതാമൃതത്തിൽ ഒൺലി കൃഷ്ണപ്രേമ ഈസ് അക്സെപ്റ്റഡ് ആസ് ട്രൂ ധർമ്മ. തീരാറായി, 2-3 ഇതും കൂടെ ഉള്ളൂ. ഹരേ കൃഷ്ണ പ്രഭു, ഉം. ഒരു ഡൗട്ട്. അവിടെ ഭഗവാൻ വരുന്ന വിഷമം എന്ന് പറയുന്നത് ഭഗവാന് സേവ ചെയ്യാതെ, ആ ലവ് ഷെയർ ചെയ്യാതെ, ഭഗവാന് വേണ്ടിയിട്ടുള്ള പ്രേമത്തെ പ്രകടിപ്പിക്കാതെ ഉം. ഒരു നിഷ്ക്രിയനായിട്ട് നിൽക്കുന്നു എന്നുള്ളത് കൊണ്ടാണോ ഭഗവാൻ വിഷമം? അതെ, ഭഗവാനോടുള്ള ബന്ധം അതാണ് ഭഗവാൻ ആഗ്രഹിക്കുന്നത്. ഈ ജീവാത്മാവും അറിഞ്ഞോ, ആക്ച്വലി ആ ജീവാത്മാവും അതാണ് ആഗ്രഹിക്കേണ്ടത്. പക്ഷെ അതൊന്നും അറിയാതെ ഭഗവാനിലേക്ക് തിരിച്ച് ലയിച്ചു ചേരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നേരത്തെ പറഞ്ഞ പോലെ പെർമനന്റ് ഡിസപ്പിയറൻസ് ഓഫ് ലവിങ് സർവീസ്. അവിടെ ഭഗവാനോട് പ്രേമ ഭക്തി സേവനം ചെയ്യാനുള്ള അവസരം തന്നെ ഇല്ലാതാവുകയാണ്, അല്ലെ? അപ്പോ ഭഗവാന് ദുഃഖമാണ് അത് കാരണം. പക്ഷെ ആ ജീവാത്മാവ് ഭഗവാനിൽ പോയി ലയിച്ചു ചേരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലും അവിടെയും നമ്മൾ ഭാഗവതത്തിൽ ആ ശ്ലോകമുണ്ട്. എന്താണത്? യേന്യേ അരവിന്ദാക്ഷ വിമുക്തമാനിന സ്വയസ്തഭാവാദ് അവിശുദ്ധ ബുദ്ധയ എന്ന് വെച്ചാൽ അവര് ലയിച്ചു ചേർന്നു എന്ന് വിചാരിക്കും, പക്ഷെ അവിടെ ഇരുന്നാലും സ്പിരിച്വൽ വെറൈറ്റി ഇല്ലാതെ ഫലത്തില് ആ ജീവാത്മാവിനും ദുഃഖം തന്നെയാണ് ഫലം. സോ ആർക്കും പ്രയോജനം ഇല്ലാത്തൊരു ഐഡിയയാണ് ഈ പറയുന്ന മേർജിങ് എന്ന് പറയുന്നത്, റൈറ്റ്? ഭഗവാനും സന്തോഷമില്ല. കുറച്ചു കാലം കഴിഞ്ഞാൽ ആ ജീവാത്മാവിന് മനസ്സിലാവും, ഞാൻ മേർജായി എന്ന് വിചാരിച്ചു, മേർജ് ആയില്ല. അപ്പോ ഒരു പ്രയോജനം ഇല്ലാതെ കുറെ സമയം വേസ്റ്റ് ആയി. ഇത്രയേ ഉള്ളൂ, അല്ലേ? ഓക്കെ പ്രഭു. സോ എനിവേ, അടുത്തത് 94. അപ്പൊ ആദ്യത്തെ കാര്യം ഞാനിത് എഴുതാൻ വിട്ടുപോയി, പക്ഷെ ഇത് ഫസ്റ്റ് തരത്തിലുള്ള തമസ്, ഇഗ്നറൻസ്, കൈതവം എന്നുള്ള ആദ്യത്തെ തരം തമസ്. രണ്ടാമത്തെ തരം തമോനുദൗ, തമസ്, ഇഗ്നറൻസ് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ശുഭാശുഭ കാര്യങ്ങൾ, റൈറ്റ്? അതും ഇവിടെ ചീറ്റിംഗ് അല്ല, ഡയറക്റ്റ് ചീറ്റിംഗ് അല്ല, പക്ഷെ അതേസമയം ഇതും ഒരു രീതിയിൽ പറഞ്ഞാൽ ചീറ്റിംഗ് ആണ്. ശുഭാശുഭ കാര്യങ്ങൾ നമ്മൾ നല്ല ഉദ്ദേശത്തോടെ, ആക്ച്വലി ഇത് പാരലായിട്ട് വരുമല്ലേ, ധർമാർത്ഥ കാമ മോക്ഷവും ഇതും കൈൻഡ് ഓഫ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഡിസ്റ്റിങ്ഷൻ ഉണ്ടാക്കിയതെന്ന് എനിക്കറിയില്ല, അത് നോക്കണം, അതിലങ്ങനെ എഴുതിയിട്ടുണ്ട്. ഇനി അത് ചോദിക്കാം. സോ ഗുഡ് ആൻഡ് ബാഡ് ആക്ടിവിറ്റീസ് ആർ ഓൾസോ ബാഡ്. കാര്യം എന്താണ്? ഭഗവാന്റെ ഭക്തിയുത സേവനത്തിന് തടസ്സങ്ങളായിരിക്കുന്ന നല്ലതും ചീത്തയും എല്ലാം അൾട്ടിമേറ്റ്ലി ചീത്തയാണ്, റൈറ്റ്? സോ എക്സാമ്പിൾ നമുക്കറിയാം, യാജ്ഞിക ബ്രാഹ്മണന്മാര്.
ആ ബ്രാഹ്മണ പത്നിമാര് ഭഗവാന് വിശക്കുന്നു എന്ന് പറഞ്ഞിട്ട് കൃഷ്ണനും ബലരാമനും ഒക്കെ വിശപ്പുണ്ടെന്ന് പറഞ്ഞിട്ട് വന്ന സമയത്ത് ബ്രാഹ്മണ പത്നിമാർക്ക് ഭഗവാനെ സേവിക്കാൻ സാധിച്ചു. പക്ഷെ ആ യജ്ഞത്തിലിരുന്ന ആ ബ്രാഹ്മണന്മാർ അവർ ശുഭകാര്യമാണ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ എന്നാലും അത് കാരണം അവർക്ക് ആ ശുഭത്തിനോടുള്ള ഒരു അറ്റാച്ച്മെന്റ് കാരണം അവർക്ക് ഭഗവത് സേവനം, ഭഗവാന്റെ ഭക്തിയുത സേവനം ചെയ്യാൻ അവർക്ക് അവസരം നഷ്ടപ്പെട്ടു. സോ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളും ഒരു വിധത്തിൽ തമസ്സാണ്. ഈ ലോകത്തിൽ പല വ്യക്തികളും നല്ലത് ചെയ്യാൻ, ഗുഡ് തിങ്സ്, മറ്റേ പ്രഭുപാദ് ഒരു പർട്ടിക്കുലർ ഇവരെ പറയുമല്ലോ, ഇത് റെക്കോർഡ് ചെയ്യാണ്, പക്ഷേ എനിവേ ഇറ്റ്സ് എ ലോക്കൽ റെക്കോർഡിംഗ്. പ്രഭുപാദ് ആര്യ സമാജിനെ കുറിച്ച് പറഞ്ഞു. ഒരു ലെക്ചറിൽ പ്രഭുപാദ് പറയുന്നുണ്ട്. അതായത് പ്രഭുപാദ് ബാക്ക് ടു ഗോഡ് ഹെഡ് മാഗസിൻ ഏത് വർഷമാണ് പ്രഭുപാദ് സ്റ്റാർട്ട് ചെയ്തത്? വിച്ച് ഇയർ പ്രഭുപാദ് സ്റ്റാർട്ടഡ് BTG, Back to Godhead? 1944. Yeah, you know it. Yes. 1944. So 1944 പ്രഭുപാദ് ബാക്ക് ടു ഗോഡ് സ്റ്റാർട്ട് ചെയ്തു. എന്നിട്ട് പ്രഭുപാദ് പറഞ്ഞത് അവിടെ ഒരു പോസ്റ്റ് മാസ്റ്റർ ഉണ്ടായിരുന്നു. ആ പോസ്റ്റ് മാസ്റ്ററിന്റെ അടുത്ത് പ്രഭുപാദ് ഒരു റിലേഷനൊക്കെ വെച്ചിരുന്നു. കാര്യം ചെറിയൊരു കൺസെഷനോടെയൊക്കെ, പോസ്റ്റൽ കൺസെഷൻ വെച്ച് ഈ മാഗസിൻസ് ഒക്കെ പോസ്റ്റ് ചെയ്യാൻ ഈ പോസ്റ്റ് മാസ്റ്റർ സഹായിച്ചു. അപ്പൊ കിട്ടുന്ന ചെറിയൊരു ലാഭം പ്രഭുപാദ് അത് സേവ് ചെയ്യാൻ ആഗ്രഹിച്ചു. അങ്ങനെ ഇയാളുമായിട്ട് നല്ലൊരു ബന്ധമാണ്. അപ്പോ ഈ മാഗസിന്റെ ടൈറ്റിൽ കണ്ടപ്പോൾ ബാക്ക് ടു ഗോഡ് ഹെഡ് എന്നാണ് ഇതിന് ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ആ പോസ്റ്റ് മാസ്റ്റർ പറഞ്ഞു, എന്തിനാണ് ഈ ബാക്ക് ടു ഗോഡ് ഹെഡ് എന്ന് പറഞ്ഞ് ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത്? ശരിക്ക് ആൾക്കാർ ശുഭകാര്യങ്ങൾ, നല്ല കാര്യങ്ങൾ ചെയ്താൽ പോരെ? നമ്മൾ യു ഡു ഗുഡ്, ദെൻ യു വിൽ ഗെറ്റ് ഗുഡ് റിസൾട്ട്. അതിനെന്താ പറയുക? കർമ്മവാദ, റൈറ്റ്? നല്ലത് ചെയ്താൽ നല്ലത് വരും. ഇനി ഒരു ഈശ്വരൻ അവിടെ ഉണ്ടെങ്കിൽ തന്നെ ആ ഈശ്വരൻ ഒരു ജഡ്ജാണ്, ഒരു സാക്ഷിയാണ്. നമ്മൾ നല്ലത് ചെയ്തു കഴിഞ്ഞാൽ ആ ഈശ്വരൻ എന്തായാലും നമുക്ക് നല്ലത് തന്നേ പറ്റൂ, അല്ലേ? ശുഭകാര്യങ്ങൾക്ക് ശുഭഫലം ലഭിക്കണം. അപ്പൊ അങ്ങനെ നോക്കുമ്പോഴേക്ക് എന്തിനാണ് ഈ ബാക്ക് ടു ഗോഡ് ഹെഡ്, ഭഗവത് ധാമത്തിലേക്ക് പോകുക, ഭഗവാനെ പ്രീതിപ്പെടുത്തുക, ഭക്തിയുത സേവനം ചെയ്യുക? അതൊന്നും ആവശ്യമില്ലല്ലോ, റൈറ്റ്? നല്ല കാര്യങ്ങൾ, ശുഭകാര്യങ്ങൾ ചെയ്താൽ പോരെ എന്ന് പറഞ്ഞ് ഈ പോസ്റ്റ് മാസ്റ്റർ പ്രഭുപാദിനോട് ചോദിക്കും. അപ്പൊ പ്രഭുപാദ് എന്ത് ചെയ്തു? മറുപടി ആയിട്ട് ബാക്ക് ടു ഗോഡ് ഹെഡിൽ തന്നെ അതിനെക്കുറിച്ചൊരു ആർട്ടിക്കിൾ എഴുതി. അങ്ങനെ ആ പോസ്റ്റ് മാസ്റ്റർ പറഞ്ഞു എന്ന് പറയാതെ ഒരു ഇൻഡയറക്റ്റ് ആയിട്ട് പ്രഭുപാദ് അദ്ദേഹം ഇത് ചിലപ്പോൾ വായിക്കും, അതുകൊണ്ട് അദ്ദേഹത്തിന് ഇത് തട്ടാത്ത വിധത്തില്, പക്ഷെ പ്രഭുപാദ് ഉള്ള കാര്യം പ്രഭുപാദ് എഴുതി. അതായത് ഈ ലോകത്തില് നല്ലത് ചെയ്താലും ശുഭവും അശുഭവും ഒക്കെ എല്ലാം അൾട്ടിമേറ്റ്ലി അശുഭമാണ് ഭഗവത് ഭക്തി ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞിട്ട് പ്രഭുപാദ് ഒരു ഉദാഹരണവും പറഞ്ഞു. അതായത് ഒരു ഗ്രാമത്തിൽ നിന്ന് മൊത്തം ആൾക്കാര്, ചില കള്ളന്മാരുടെ ഒരു കൂട്ടായ്മയാണ്, അവര് കൊള്ളയടിക്കുന്നു, റൈറ്റ്? ഗ്രാമത്തിൽ നിന്ന് കൊള്ളയടിച്ച് കൊണ്ടുവന്ന മുതല് അവർക്കൊരു വാട്സാപ്പ് ഗ്രൂപ്പ് ഒക്കെ ഉണ്ട്. അപ്പൊ അവർ അതിൽ പറയുന്നു നമ്മളിങ്ങനെ ഇതിനിങ്ങനെ ഡിവൈഡ് ചെയ്യണം, ഇങ്ങനെ ഡിവൈഡ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതിൽ ഒരാൾ പറയുന്നു, നമ്മൾ എന്ത് ചെയ്തു കഴിഞ്ഞാലും നമ്മളൊരു ഗ്രൂപ്പാണ്, അതുകൊണ്ട് ഈ ഗ്രൂപ്പിനകത്ത് ഒരു ഫെയർനെസ് ആവശ്യമുണ്ട്, എല്ലാവരും നീതിബോധം എല്ലാവർക്കും ഉണ്ടാവണം, തുല്യമായിട്ട് നമ്മളെല്ലാവരും ഇത് പങ്കിടണം എന്ന് പറയുന്നു. പ്രഭുപാദ് എക്സാമ്പിൾ പറഞ്ഞു കൊള്ള മുതലാണ്, ഭഗവാന്റെ സ്വത്ത് മോഷ്ടിച്ചിട്ടാണ് നമ്മൾ നല്ല കാര്യം ചെയ്യാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് ഈ ലോകത്തിലുള്ള ശുഭകാര്യങ്ങളും അശുഭം തന്നെയാണെന്ന് പറയും. എനിവേ, സോ അത് ഒരു പാസ്റ്റ് ടൈം. ശ്ലോക 95, ഗൗര നിത്യാനന്ദ ഷൈൻ ദ ലൈറ്റ് ഓഫ് ഭക്തി തത്വ. അപ്പോൾ നമ്മൾ പറഞ്ഞു സൂര്യചന്ദ്രന്മാരായിട്ടാണ് ഗൗര നിത്യാനന്ദന്മാർ അവതരിക്കുന്നത്. അപ്പൊ അവരിൽ നിന്ന് വരുന്ന പ്രകാശം എന്താണ്? ആ പ്രകാശം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭക്തി തത്വത്തെയാണ് അവര് പ്രകാശിപ്പിക്കുന്നത്. ആ സൂര്യന്റെയും ചന്ദ്രന്റെയും വെളിച്ചം എന്ന് പറയുന്നത് ഭക്തി തത്വമാണ്. അതുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? they destroy every conception that stands in the way of ഭക്തി. ഭക്തിയുടെ വഴിയിൽ നിൽക്കുന്ന ഈ പറയുന്ന പോലെ കർമ്മവാദം, പല ടൈപ്പ് വാദങ്ങളുണ്ട്. നമ്മൾ വീട്ടില് ചിലപ്പോ തർക്കുത്തരം പറയുന്ന ചിലപ്പോൾ ബന്ധുക്കളോ, അല്ലെങ്കിൽ നമ്മൾ ബുക്ക് ഡിസ്ട്രിബ്യൂഷന് പോകുമ്പോഴോ, അല്ലെങ്കിൽ എവിടെയെങ്കിലും പോകുമ്പോൾ നമ്മളിങ്ങനെ ആൾക്കാരെ തീർച്ചയായിട്ടും കണ്ടിട്ടുണ്ടാവും. ഇതെന്തിനാ ഭക്തി ചെയ്യണ്ടേ, ഇങ്ങനെ ആയിക്കൂടെ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ന്യായങ്ങൾ പറയുന്നവരുണ്ടാവും. ആ വ്യക്തികളെ കുറിച്ചല്ല പറയുന്നത്, പക്ഷെ ആ ന്യായങ്ങളല്ലാതെ അതിനെ നശിപ്പിക്കാൻ ഭക്തി തത്വം പ്രകാശിപ്പിച്ചുകൊണ്ട് ഗൗരനിത്യാനന്ദന്മാർക്ക് സാധിക്കും. സോ ഇത്രയും നമ്മൾ എന്തിനെ കുറിച്ചാണ് പറഞ്ഞത്?
തമോനുദൗ എന്നുള്ളതിനെ കുറിച്ചാണ് ഇത്ര നേരം പറഞ്ഞത്. ഇനി അടുത്തത് ശന്തൗ, ശം, ശങ്കര എന്നൊക്കെ പറയുന്ന പോലെ ഓസ്പീഷ്യസ്നെസ്, ബെസ്റ്റോയിങ് ഓസ്പീഷ്യസ്നെസ്, ബെനഡിക്ഷൻ. അപ്പൊ 96-ാമത്തെ ശ്ലോകത്തില് പറയുന്നു എങ്ങനെയാണ് ഗൗരനിത്യാനന്ദ ഓസ്പീഷ്യസ്നെസ് നമുക്ക് തരുന്നത് എന്ന് വെച്ചാൽ 3 രീതിയിലാണ് തരുന്നത്. 3 രീതിയിൽ എന്ന് പറഞ്ഞിട്ടില്ല. ഈ ശ്ലോകത്തിൽ പറയുന്നത് ദേ റിവീൽ ദി അബ്സല്യൂട്ട് ട്രൂത്ത് കൃഷ്ണ ത്രൂ കോൺഗ്രിഗേഷണൽ ചാന്റിങ് ഓഫ് ദി ഹോളി നെയിം. നാമസങ്കീർത്തനം, ഹരിനാമ സങ്കീർത്തനം മുഖേന പരമസത്യമായ ശ്രീകൃഷ്ണ ഭഗവാനെ അവര് വെളിവാക്കി തരുന്നു, പ്രകാശിപ്പിക്കുന്നു. അത് ആദ്യത്തെ അനുഗ്രഹം. രണ്ടാമത്തെ അനുഗ്രഹം, ബൈ ഗൗർനിതായ്സ് ഗ്രേസ് വൺ മീറ്റ്സ് ദ 2 ഭാഗവതാസ്, ഗ്രന്ഥഭാഗവതം, വ്യക്തി ഭാഗവതം. അപ്പൊ അങ്ങനെ 2 ഭാഗവതത്തെയും നമുക്ക് സന്ധിക്കാനുള്ള അവസരം ഗൗർനിതായ് ഒരുക്കി തരുന്നു. പിന്നെ ഈ 2 ഭാഗവതന്മാരുടെ സഹായത്തോടെ, അവരുടെ മാധ്യമത്തോടെ, അവർ മുഖേന ഗൗർനിതായ് തന്നെയാണ് ഒരു ജീവാത്മാവിന്റെ ഹൃദയത്തിൽ ഭക്തിരസം പ്രതിഷ്ഠിക്കുന്നത്, അത് ഭക്തിരസം നൽകുന്നത്. പിന്നെ അങ്ങനെ ഭക്തിരസം ലഭിച്ച ഒരു ഭക്തന്റെ അധീനതയില് അതേ ഗൗർനിതായ് നിൽക്കുന്നു എന്നാണ് പറയുന്നത്. സോ ഇറ്റ് ഈസ് അമേസിങ്, റൈറ്റ്? ഈ ഒരു വിഷയത്തെക്കുറിച്ച് നമ്മൾ ഇന്ന് 4th ചാപ്റ്ററിൽ കുറച്ച് ഡിസ്കഷൻ ചെയ്തു. അതായത് എന്താണ് ഭക്തിക്ക് ആ ഒരു പ്രത്യേകത, ഭഗവാനെ തന്നെ ആകർഷിക്കുന്ന ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ട് ഇന്ന് നമ്മൾ ആ പേർപ്പട്സിൽ വായിച്ചു. തീരാറായി ഓൾമോസ്റ്റ്. സോ ചിത്രവും ലാസ്റ്റ് പോയിന്റ് 101-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു സൺ ആൻഡ് മൂൺ രണ്ടും, സൂര്യചന്ദ്രന്മാർ ഒരുമിച്ച് അവതരിക്കുന്നു. പിന്നെ ഇത് വളരെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മുടെ ഹൃദയത്തിന്റെ ഏറ്റവും ഡാർക്കസ്റ്റ് ഡെപ്ത്സ്, ചിലപ്പോൾ അത്യാവശ്യം ചെറിയൊരു ലൈറ്റ് ഒക്കെ കിട്ടിയാൽ പല കാര്യങ്ങൾ കൊണ്ട് നമുക്ക് കിട്ടാം. ചിലപ്പോൾ ശുഭകർമ്മങ്ങൾ കൊണ്ട് നമ്മുടെ ഹൃദയത്തിൽ ചെറിയൊരു സന്തോഷം, ചെറിയൊരു ഉന്മേഷം, ചെറിയൊരു ഹാപ്പിനെസ് ഒക്കെ ഉണ്ടാവാം. പല വ്യക്തികളും ഇന്ന് നോക്കിയാൽ തിങ്കൾ മുതൽ വെള്ളി വരെ വളരെ ഹാർഡ് വർക്ക് ചെയ്തിട്ട് വീക്കെൻഡ്സ് ഒക്കെ സാധാരണ മൂന്നാർ പോവും, അല്ലെങ്കിൽ എവിടെങ്കിലൊക്കെ ഓരോ സ്ഥലങ്ങളിൽ പോയിട്ട് ദേ സ്പെൻഡ് സം ടൈം വിത്ത് നേച്ചർ, പ്രകൃതിയുമൊത്ത് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യും. അപ്പോൾ ഹൃദയത്തിൽ ചെറിയൊരു ഇല്യൂമിനേഷൻ ഒക്കെ ഉണ്ടാവും, വളരെ കുറച്ച്. പിന്നെ അതിലും കൂടുതലായിട്ട് വേദഗ്രന്ഥങ്ങളും പുരാണങ്ങളും ഇതിഹാസങ്ങളും പല കാര്യങ്ങളുണ്ട് നമുക്ക് ചെയ്യാൻ. പക്ഷെ ഹൃദയത്തിൽ ഏറ്റവും അഗാധതയിൽ കിടക്കുന്ന ആ ഒരു അന്ധകാരത്തെ ഇല്ലാതാക്കാൻ, അവിടെ പ്രകാശം തരാൻ ഗൗർനിതായ്ക്ക് മാത്രമേ കലിയുഗത്തിൽ സാധിക്കുള്ളൂ. അതുകൊണ്ട് വേറെ ആർക്കും അത് സാധിക്കില്ല. നമ്മളൊരു രീതിയിൽ പറഞ്ഞാൽ നമ്മൾ ഭാഗ്യവാന്മാരാണ്. ആ ഭാഗ്യം നമ്മൾ ഉപയോഗിക്കണം, മറ്റുള്ളവർക്കും അത് പകരാൻ ശ്രമിക്കണം. പിന്നെ ദ 2 brothers ആർ ദ മോസ്റ്റ് കൈൻഡ് പേഴ്സണാലിറ്റീസ്. ഏറ്റവും കാരുണ്യമുള്ള ഒരു കൃപാവതാരങ്ങളാണ് ഗൗർനിതായ്. ഭൂമി മുഴുവൻ അവർ കാരുണ്യം നൽകുന്നു. പിന്നെ 103-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു 2 കാര്യങ്ങളാണ് ഗൗർനിതായെ പൂജിച്ചാൽ നമുക്ക് കിട്ടുന്നത്. ഒന്ന് വിഘ്നനാശന, ഭക്തിക്ക് തടസ്സമായിട്ട് ഹൃദയത്തിനകത്ത് നിൽക്കുന്ന ആ പ്രതിബന്ധങ്ങളെയൊക്കെ നീക്കം ചെയ്യാൻ ഗൗർനിതായെ പൂജിക്കുന്നത് വഴി നമുക്ക് സാധിക്കും. പിന്നെ രണ്ടാമത് അഭീഷ്ടപൂരണ, നമ്മുടെ ഏറ്റവും അഗാധതയിലുള്ള ആധ്യാത്മിക ആഗ്രഹങ്ങളൊക്കെ പൂർത്തീകരിക്കാനും സാധിക്കും. മറ്റെന്താണ് പ്രാഹാഹൈത്തെ വിഘ്നനാശ അഭീഷ്ടപൂരണ എന്ന് പറഞ്ഞിട്ടൊരു ഇതിൽ വരും. നമ്മുടെ ഹരിഹരായ നമ കൃഷ്ണ, അത് തന്നെ ഹരിഹരായ നമ കൃഷ്ണ എന്ന് പറയുന്നിടത്ത് സെയിം തിങ് വരും. യാഹൈത്തെ വിഘ്നനാശ അഭീഷ്ടപൂരണ. ഓക്കെ, അവിടെ 6 ഗോസ്വാമിമാരെ ആരാധിച്ചു കഴിഞ്ഞാൽ ഇത് രണ്ടും ലഭിക്കുന്നതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. സെയിം തിങ്. ഓക്കെ, ലാസ്റ്റ് സ്ലൈഡ് 104 മുതൽ 110 വരെ കൺക്ലൂഷൻ ആണ്, റിസൾട്ട് ആണ്. 105 കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി പറഞ്ഞു, അതായത് ഈ പുസ്തകത്തിന്റെ വലിപ്പം കൂട്ടാതിരിക്കാൻ വേണ്ടി, അത് കൂടിപ്പോകാതിരിക്കാൻ വേണ്ടി കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി പറയുന്നു, അതിന് ഞാൻ മനഃപൂർവ്വം ചുരുക്കി എസൻസ് മാത്രം പ്രസന്റ് ചെയ്യാൻ ശ്രമിക്കുകയാണെന്ന് പറയുന്നു. അടുത്ത ശ്ലോകത്തില് ആ സംസ്കൃതത്തിൽ ഒരു ചൊല്ലുണ്ട്, മിതം ച സാരം ച വചോഹി വാഗ്മിത എന്ന് പറഞ്ഞൊരു ഇതുണ്ട്. അതായത് വാഗ്മിത,
ഒരു നന്നായിട്ട് സംസാരിക്കാൻ കഴിവുള്ള ഒറേറ്ററി എന്ന് പറയും. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ 2 ലക്ഷണങ്ങളാണ്. ഒന്ന് മിതമായിട്ട് സംസാരിക്കുക, അളവോടെ സംസാരിക്കുക. രണ്ടാമത് സാരം, ആ സംസാരിക്കുന്നതിൽ എസൻസ് ഉണ്ടായിരിക്കണം. ഒരുപാട് അവിടെയും ഇവിടെയൊക്കെ കയറി കാട് കയറി സംസാരിക്കുന്നതല്ല. അപ്പൊ ആക്ച്വലി നമ്മൾ കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമിയുടെ ഇപ്പൊ ഈ ചാപ്റ്റേഴ്സ് ഒക്കെ നമ്മൾ വായിക്കുമ്പോൾ അറിയാം എത്ര ഓരോ ഓർഗനൈസ്ഡ് ആയിട്ട്, അല്ലെ, വളരെ വളരെ ഇതുപോലെ ഓർഗനൈസ്ഡ് ആയിട്ടാണ് അദ്ദേഹം ഓരോ കാര്യങ്ങളും ശ്ലോകങ്ങളിൽ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. ഏത് വയസ്സിൽ? 95-ാമത്തെ വയസ്സിൽ, റൈറ്റ്? അദ്ദേഹത്തിന് നേരത്തെ പറഞ്ഞ പോലെ കണ്ണ് കാണില്ല, അദ്ദേഹത്തിന് ചെവി കേൾക്കില്ല, അദ്ദേഹത്തിന് എഴുതുമ്പോൾ കൈ വിറയ്ക്കുന്നു എന്നൊക്കെ പറഞ്ഞ് കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി പറയുന്നതായിട്ട് നമ്മൾ ആദ്യം തന്നെ കേട്ടു. ആ അവസ്ഥയിൽ ഇത്രയും ഒരു അത്ഭുതമായിട്ടുള്ള ചൈതന്യ ചരിതാമൃതം അദ്ദേഹം സൃഷ്ടിച്ചു. അങ്ങനെയുള്ള ചൈതന്യ ചരിതാമൃതം വളരെ വിനയപൂർവ്വം വിധേയത്വത്തോടെ നമുക്ക് സബ്മിസിവ്ലി നമുക്ക് കേൾക്കാൻ സാധിച്ചു എങ്കിൽ ഇവിടെയാണ് 4 അനുഗ്രഹങ്ങൾ, ഫൈനലി ബെനഡിക്ഷൻസ് എന്ന് പറയുന്ന പോലെ, ഫലശ്രുതി എന്ന് പറയുന്ന പോലെ ഇവിടെ പറയുന്നു. സാധാരണ മറ്റ് ശാസ്ത്രങ്ങൾ എടുത്തു നോക്കിയാൽ ഈ ഫലശ്രുതി വളരെ മെറ്റീരിയൽ ആയിരിക്കും. എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ധനം ദേഹി വിദ്യാം ദേഹി എന്നൊക്കെ പറയുന്ന പോലെ കുറെ പൈസ കിട്ടും, ഈ പ്രശ്നങ്ങൾ മാറും, ഇത് സംഭവിക്കും, അത് സംഭവിക്കും എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ ചൈതന്യ ചരിതാമൃത കംപ്ലീറ്റ്ലി പ്യുവർ ആയതുകൊണ്ട് ഈവൻ ഫലം പോലും മെറ്റീരിയൽ ആയിട്ടൊന്നുമല്ല, കംപ്ലീറ്റ്ലി സ്പിരിച്വൽ ഭക്തിക്ക് ചേർന്നിരിക്കുന്ന കാര്യങ്ങളാണ്. സോ ഫസ്റ്റ് വന്നിട്ട് അജ്ഞാന ദോഷ ഖണ്ഡന, അജ്ഞാനമാകുന്ന ദോഷത്തിനെ ഇല്ലാതാക്കി തീർക്കും. നേരത്തെ പറഞ്ഞ 2 തരം അജ്ഞാനം പറഞ്ഞായിരുന്നു. പിന്നെ രണ്ടാമത് ഗാഠപ്രേമം, വളരെ ഡീപ്പായിട്ടുള്ള ലവ് ഫോർ കൃഷ്ണ, അതാണ് നമ്മൾ തേടി ഈ ശ്രമമൊക്കെ നടത്തുന്നത്. സോ കിട്ടുമായിരിക്കും. പിന്നെ തേർഡ് തിങ് സാറ്റിസ്ഫാക്ഷൻ, സന്തോഷം, തൃപ്തി എന്നൊക്കെ വേണമെങ്കിൽ പറയാം, റൈറ്റ്? നമ്മുടെ ഹൃദയത്തിനകത്ത് നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ. ഇതേ കാര്യം ഭഗവത്ഗീതയിൽ ഒരു ശ്ലോകത്തിൽ പറയുന്നുണ്ട്. യം ലബ്ധ്വാ ചാപരം ലാഭം മന്യത്തെ നാധികം തതഃ യസ്മിൻ സ്ഥിതോന ദുഃഖേന ഗുരുണാപി വിചാല്യത്തെ. അതായത് ഈ സാറ്റിസ്ഫാക്ഷൻ കിട്ടിയ ഒരു വ്യക്തിക്ക്, അകത്ത് നിന്നൊരു തൃപ്തി, ആന്തരികമായ തൃപ്തി കിട്ടിയ വ്യക്തിക്ക് അയാൾ എപ്പോഴും ചിരിച്ചുകൊണ്ട് ഇങ്ങനെ സ്മൈൽ ചെയ്തുകൊണ്ടിരിക്കുക, അങ്ങനെയൊന്നും അല്ല പറയുന്നത്. ദുഃഖങ്ങളും സുഖങ്ങളും ഒക്കെ വരും. യസ്മിൻ സ്ഥിതോന ദുഃഖേന ഗുരുണാപി വിചാല്യത്തെ. പ്രഭുപാദിന് ഒരുപാട് ദുഃഖങ്ങൾ വന്നു, റൈറ്റ്? അപ്പൊ ആ ദുഃഖം വരുമ്പോൾ നമ്മൾ വിഷമിക്കില്ല, അങ്ങനെയൊന്നും അല്ല പറയുന്നത്. പക്ഷെ എന്നിരുന്നാലും ഏതൊരു ഘട്ടത്തിലും ആ വ്യക്തിക്ക് അകത്ത് നിന്ന് ഒരു കൈൻഡ് ഓഫ് ഒരു ഷെൽട്ടർ, ഒരു ആശ്രയം അദ്ദേഹത്തിന് എപ്പോഴും ലഭിക്കും. അങ്ങനെ അത് കാരണം സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിരിക്കും, റൈറ്റ്? അതാണ് പറയുന്നത്. ആൻഡ് ലാസ്റ്റ്, നോളജ് ഓഫ് ദി അബ്സല്യൂട്ട് ട്രൂത്ത്, വസ്തു തത്വസാര, പരമവസ്തുവിനെ, വാസ്തവ വസ്തു എന്ന് പറയുന്ന പരമസത്യം ഭഗവാനെ കുറിച്ചുള്ള അറിവും ലഭിക്കും. അവസാനത്തെ ശ്ലോകം ശ്രീരൂപ രഘുനാഥ പതേ യാര ആശ ചൈതന്യ ചരിതാമൃത കരേ കൃഷ്ണദാസ എന്ന് പറഞ്ഞിട്ട് ഇത് മിക്കവാറും എല്ലാ ചാപ്റ്റേഴ്സിന്റെ എൻഡില് കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമിയുടെ സൈൻ ഓഫ് സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെ തന്നെയാണ്. ശ്രീരൂപ രഘുനാഥ ഗോസ്വാമിമാരുടെ പാതാരബിന്ദങ്ങളിൽ പ്രാർത്ഥിച്ചുകൊണ്ടും അവരുടെ കാരുണ്യം സദാ അഭിലഷിച്ചുകൊണ്ടും കൃഷ്ണദാസൻ എന്ന ഞാൻ അവരുടെ തൃച്ചേവടികൾ പിന്തുടർന്നുകൊണ്ട് ശ്രീ ചൈതന്യ ചരിതാമൃതം വർണ്ണിക്കുന്നു എന്ന് പറയുന്നു. ഹരേ കൃഷ്ണ. താങ്ക് യു വെരി മച്ച്. ഹൗ ഇസ് ദ റീഡിംഗ് ഗോയിങ്? English reading group increasing their participation. Srila Prabhupada ki jai. Hare Krishna. ഹരേ കൃഷ്ണ പ്രഭു. അങ്ങനെ വിജയകരമായി ഒരധ്യായെങ്കിലും നമ്മൾ തീർത്തിരിക്കുന്നു. 8 മിനിറ്റ് ബാക്കിയുണ്ട് നമുക്ക്. ഹരേ കൃഷ്ണ. യെസ് ശരൺ. പ്രഭു, ഇതിൽ എന്തെങ്കിലും വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് ആഡ് ചെയ്താൽ കൊള്ളാം. ഞാനും അമ്മയും ഉണ്ട്. രാജേഷ് പ്രഭു, ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ട് പ്രഭുവിന്. ആളറിയാത്ത കൊണ്ട് റിപ്ലൈ വരാത്താണോന്ന് അറിയില്ല. ഞാൻ നോക്കിയില്ല, ഞാൻ ആഡ് ചെയ്യാം. ഓക്കെ പ്രഭു. അമ്മയുടെ നമ്പർ ഞാൻ അയക്കാം. 2 പേരെ. എൻ്റെ ഓക്കെ. ഹരേ കൃഷ്ണ. താങ്ക് യു. ആക്ച്വലി ഉർമിള സിവിനി മാതാജി, ശരൺ മുഖ്യൊക്കെ നമ്മുടെ CC ടീമില്, ചൈതന്യ ചരിതാമൃത ടീമിന്റെ കോർ മെമ്പേഴ്സ് ആണ്. സോ ഞാൻ പാർട്ട് ടൈം ആണ് പ്രഭു. അന്ത്യലീല കുറച്ച് ചെയ്തതേ ഉള്ളൂ.
എന്നാലും സോ നമുക്കിത് വായിക്കണം എന്നുള്ളൊരു ആഗ്രഹം കുറെ കാലമായിട്ടുണ്ടായിരുന്നു. എങ്ങനെയോ നമുക്ക് തുടങ്ങാൻ സാധിച്ചു. സോ എല്ലാവരും, പക്ഷെ ഇതിലെന്തോ ഒരു സന്തോഷമുണ്ട് അല്ലേ? എന്താ പറയുന്നത്, വായിക്കുന്നവർ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാമോ? ഈവൻ സംടൈംസ് പോലും വരാൻ സാധിച്ചുവെങ്കിൽ, ഈവൻ റീഡിങ്ങിന് വരാൻ പറ്റിയെങ്കിൽ നമുക്ക് വലിയൊരു മുതൽക്കൂട്ടായിരിക്കും, വലിയൊരു ഭാഗ്യമായിരിക്കും. ഹരേ കൃഷ്ണ. അതിന്റെ ടൈം എപ്പോഴാണ് പ്രഭു വായിക്കുന്നത്? തൽക്കാലം നമ്മൾ വെച്ചിരിക്കുന്നത് ഉച്ചയ്ക്ക്, നമ്മൾ നോക്കിയത് ആർക്കും മിനിമം ബുദ്ധിമുട്ടുണ്ടാവുന്ന ഒരു സമയം എന്ന് വെച്ചിട്ട് ഉച്ചയ്ക്ക് 2:45 മുതൽ 3:30 വരെയാണ് വെച്ചിരിക്കുന്നത്. ദാറ്റ് ടു മൺഡേ ടു ഫ്രൈഡേ ഉള്ളി, സാറ്റർഡേ സൺഡേ ഇല്ല. 5 ദിവസം അങ്ങനെ വെച്ചിരിക്കുകയാണ്. പക്ഷെ അതിലും നമ്മളിപ്പോ ചില ഡിവോട്ടീസിന് അതിലും പ്രാക്ടിക്കലി ഡിഫിക്കൽട്ടീസ് ഉണ്ട്, വർക്ക് ചെയ്യുന്നവർക്കൊക്കെ ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്താ ആലോചിക്കണമെന്ന് വെച്ചാൽ നമുക്ക് വേറൊരു ബാച്ച് ഓഫ് നമുക്ക് തുടങ്ങാം. ദാറ്റ് ഇസ് ഓൾസോ പോസിബിൾ. വായിച്ചു പോകുമ്പോൾ വേറൊരു ഗ്രൂപ്പായിട്ട് നമുക്ക് വായിച്ചു പോവാം. ഈ ഒരു ഡിസ്കഷൻ നമുക്ക് കോമൺ ആയിട്ട് വെക്കാം എന്നാണ് വിചാരിക്കുന്നത്. ഇംഗ്ലീഷും മലയാളവും വേറെ വേറെ ഗ്രൂപ്പാണ്. വേറെ അങ്ങനെയും വേറെ വെക്കാം. ഉം. വാട്സാപ്പ് ഗ്രൂപ്പ്സ് ഉണ്ടോ അങ്ങനെ തനിച്ച്? ഇംഗ്ലീഷിന് വേറെ മലയാളത്തിന് വേറെ അങ്ങനെ ഉണ്ടോ? ഇല്ല, തൽക്കാലം ഇംഗ്ലീഷ് തുടങ്ങിയിട്ടില്ല. എല്ലാവരും തുടങ്ങണം ഓക്കെ എന്ന് പറഞ്ഞിരിക്കുകയാണ്. സോ ഞാൻ പറഞ്ഞു, നമ്മൾ ഓക്കെ ബെറ്റർ സ്റ്റാർട്ട് ഏർലി. നമുക്കൊക്കെ ഒരു പ്രശ്നമുണ്ട്. എനിക്ക് ഏറ്റവും കൂടുതലുള്ളൊരു സാധനമാണ് പെർഫെക്ഷനിസം. അതായത് ശരിക്കും തുടങ്ങുകയാണെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് തുടങ്ങും. പക്ഷെ അത് ഐ തിങ്ക് ദാറ്റ് ഈസ് ഓൾസോ an അനർത്ഥ. അതിൽ നിന്ന് പുറത്തു വരാനും ശ്രമിക്കുകയാണ്. അപ്പോൾ ഇംഗ്ലീഷ് കുറച്ച് പേരുണ്ടെങ്കിൽ ചേർന്ന് തുടങ്ങാം ശരിക്കും, അല്ലേ രാജേഷ് പ്രഭു എന്ത് പറയുന്നു? ആ അതെ, സെപ്പറേറ്റ് തുടങ്ങുന്നത് സെപ്പറേറ്റ് ആണ് നല്ലത്. ഉം. കുറച്ച് പേര് അതിനങ്ങനെ വെയിറ്റ് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇംഗ്ലീഷ് പേഴ്സണലി എനിക്ക് ഇംഗ്ലീഷ് വായിക്കാനാണ് താല്പര്യം. പക്ഷേ മലയാളം വായിക്കുമ്പോൾ ഒരു കുറച്ച് കറക്ഷൻസ് ഒക്കെ വരുന്നുണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ നോട്ട് ചെയ്യുന്നുണ്ട്. ഇന്ന് വന്ന പോലെ ഒരു കുഴപ്പമില്ല. ഇംഗ്ലീഷിന് തനിയെ ഗ്രൂപ്പ് ഇല്ലെങ്കിൽ കയ്യിൽ ഇംഗ്ലീഷ് ബുക്ക് വെച്ചിരുന്ന് മലയാളം വായിക്കുമ്പോ ഇപ്പൊ അങ്ങനെ നോക്കിപ്പോയാൽ അങ്ങനെയും ചെയ്യും. അതും ചെയ്യാം, പോസിബിൾ ആണ്. വേറെ എന്തെങ്കിലും? പലരും പേര് വിളിച്ചാലേ സംസാരിക്കുള്ളൂ. സോ സാധാരണ സംസാരിക്കാത്തവരെ വിളിക്കാം. നരോത്തം കൃഷ്ണപ്രഭു, ഞാൻ റെക്കോർഡിംഗ് സ്റ്റോപ്പ് ചെയ്യണേ.